കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃഭൃത്യൻ കുടുംബം, ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ ആരാധനാലയത്തിൽ ദൈവവചനവുമായി എഴുന്നേറ്റ് നിൽപ്പാൻ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിനും അതിന് മുഖാന്തരമായി തീർന്ന കർത്തൃഭൃത്യനും സഭയ്ക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് പകൽ കുടുംബമായി നിങ്ങളുടെ മധ്യയായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഈ വാക്യത്തിനായിട്ട് സ്തോത്രം. ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. എന്താണ് യാഗാർപ്പണം? നാം കഴിക്കുന്ന യാഗത്തിൽ ആ യാഗം സ്വീകരിക്കുന്ന സ്വീകർത്താവായ ദൈവത്തിന് ആ യാഗം സ്വീകരിച്ചതിന് ശേഷം അതർപ്പിച്ച നമ്മോട്, അത് കാഴ്ചവെച്ച ദൈവത്തിന് നമ്മോടുള്ള മനോഭാവം ഏതുവിധമാണ്? അതിനെ അടിസ്ഥാനമാക്കിയാണ് പിന്നീടുള്ള നമ്മുടെ യാഗപീഠത്തിലെ നിലനിൽപ്പ്. ദൈവത്തിന് യാഗാർപ്പണത്തിൽ കമ്പാരിസൺ ഉണ്ടോ? താരതമ്യമുണ്ടോ? ഒരാളുടെ ആരാധനയേക്കാൾ മറ്റൊരാളുടെ ആരാധന നന്നായിരുന്നു, അങ്ങനെ ദൈവത്തിനുണ്ടോ? ഒരാളുടെ പാട്ടിനേക്കാൾ മറ്റൊരാളുടെ പാട്ട് നന്നായിരുന്നു, അങ്ങനെ ദൈവത്തിനുണ്ടോ? ഒരാളുടെ വചന ശുശ്രൂഷയേക്കാൾ മറ്റൊരാളുടെ വചന ശുശ്രൂഷ നന്നായിരുന്നു, അങ്ങനെ ദൈവത്തിനുണ്ടോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? കായിൻ്റേതിലും അല്ലെങ്കിൽ കായിൻ്റേതിനേക്കാൾ എന്നൊക്കെ ലേഖനത്തിൽ പറഞ്ഞിരിക്കൊണ്ട് ഒരാളുടേതിനേക്കാൾ മറ്റൊരാളുടെ, അല്ലെങ്കിൽ ഒരാളുടേതിലും മറ്റൊരാളുടെ എന്നൊരർത്ഥമില്ലേ? അപ്പോൾ നമുക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. നാം കഴിക്കുന്ന യാഗത്തിൽ ആ യാഗം സ്വീകരിക്കുന്ന സ്വീകർത്താവായ ദൈവത്തിന് ആ യാഗം സ്വീകരിച്ചതിന് ശേഷം അത് അർപ്പിച്ച നമ്മോടുള്ള മനോഭാവം ദൈവത്തിന് ഏത് വിധമാണ്? കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. എബ്രായർ 11:4 നാം വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം കിടക്കുന്നത് ഉൽപ്പത്തി 4-ലാണ്. ഉൽപ്പത്തി 4 നാം കാണുന്നത് ദൈവം സ്ഥാപിച്ച ആദ്യത്തെ മനോഹരമായ കുടുംബമാണ്. ആദം, ഹൗവ, കായിൻ, ഹാബേൽ, ഈ 4 പേരടങ്ങിയ മനോഹരമായ കുടുംബം. കായിനും ഹാബേലും ദൈവം സ്ഥാപിച്ച ആദ്യത്തെ കുടുംബത്തിലെ ആദ്യത്തെ യൗവനക്കാരാണ്. ഇവർ ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയ പശ്ചാത്തലങ്ങളും ഏകദേശം ഒരുപോലെയുള്ളതായിരിക്കാം എന്ന് നമ്മൾ അനുമാനിക്കുന്നു. എങ്ങനെ യാഗം കഴിക്കണം? ഒരു യാഗപീഠത്തിൻ്റെ മുകളിൽ മാംസകഷ്ണം വെക്കേണ്ടതെങ്ങനെ? അതിൽ വിറകെടുക്കേണ്ടതെങ്ങനെ? അതിന് തലേന്നായി ക്രമീകരണങ്ങളുണ്ടോ? ഇനിയും ദൈവം തീ കൊണ്ടുത്തരമരുളിയാൽ മാത്രമാണ് നാം കഴിക്കുന്ന യാഗത്തിന് ദൈവസന്നിധിയിൽ പ്രാധാന്യതയുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന യാഗത്തിൽ ദൈവം തീ കൊണ്ടുത്തരമരുളേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ടത് ഏത് വിധം? നാം ക്രമീകരിക്കേണ്ടത് ഏത് വിധം? നാം യാഗപീഠത്തിൽ നിൽക്കേണ്ടത് ഏത് വിധം? നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ നിലപാട് ഏത് വിധം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഇവരെ പഠിപ്പിച്ച വിധം ഒരുപോലെ ആയിരിക്കാം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു, കായിനും ഹാബേലും ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വന്നവരാണ്. ഇനി ഇവർ മുതിർന്ന ശേഷം ഇവരുടെ വരുമാന മാർഗമായി തൊഴിലായി സ്വീകരിച്ചിരുന്നത് എന്തായിരുന്നു എന്ന് ദൈവവചനത്തിലുണ്ട്. കായിൻ കർഷകനായി തീർന്നു, ഹാബേൽ ആട്ടിടയനായി തീർന്നു. കായിൻ നല്ലൊരു കർഷകൻ. നമുക്ക് പഠിക്കാൻ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, ആദമും ഹൗവയും കായിനും ഹാബേലും അടങ്ങിയ വീട്ടിൽ
അടുക്കളയിൽ പാചകത്തിന് പോലും ഒരുപക്ഷെ കായീൻ്റെ കൃഷിഫലം ഉപയോഗിക്കുന്നുണ്ടാകാം. കായീൻ നല്ലൊരു കർഷകൻ, ഹാബേൽ നല്ലൊരാട്ടിടയൻ. നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, ഒരിക്കൽ അപ്പനായ ആദം കായീൻ്റെ നിലത്തു ചെന്ന് കാണും. ആ നിലത്ത് വിളഞ്ഞു കിടക്കുന്ന കൃഷിഫലങ്ങൾ കണ്ടിട്ട് അപ്പനായ ആദം കായീൻ്റെ അധ്വാനത്തിന് 100% മാർക്ക് നൽകി കാണും. അങ്ങനെ 100% മാർക്ക് നൽകി അപ്പൻ നിൽക്കുമ്പോൾ ഹാബേലിൻ്റെ അധ്വാനത്തെയും നോക്കി, ഹാബേലിൻ്റെ തൊഴുത്ത് കണ്ടിട്ട്, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആടുകളെ കണ്ടിട്ട്, ആ ആടുകളുടെ പുഷ്ടി കണ്ടിട്ട് അപ്പനായ ആദം ഹാബേലിൻ്റെ അധ്വാനത്തിനും 100% മാർക്ക് നൽകി കാണും. പക്ഷേ ഭൗതികതയിലുള്ള മക്കളുടെ അഭിവൃദ്ധി കണ്ട് സന്തോഷിക്കുന്ന അപ്പനായ ആദം ഒരാത്മീകനായതുകൊണ്ട് അവരെ പ്രബോധിപ്പിക്കുന്നു, മക്കളെ കാർഷിക വൃത്തിയിലെ അഭിവൃദ്ധി മാത്രം പോരാ, യഹോവയായ ദൈവത്തിന് യാഗമർപ്പിക്കണം. ഹാബേലെ ആടുകളുടെ പുഷ്ടി മാത്രം പോരാ, ആടുകളുടെ മേധസ് മാത്രം പോരാ, യഹോവയായ ദൈവത്തിന് യാഗമർപ്പിക്കണം. എന്താ അർത്ഥമാക്കുന്നത്? കായീനെ, നിനക്ക് നിലത്ത് കൃഷി ചെയ്യാൻ അനുവാദം തന്ന ദൈവത്തിന്, അനുവാദം വേണോ? ദൈവം എന്നെ ഉറപ്പിച്ചിരിക്കുന്ന മണ്ണിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതെനിക്ക് പ്രയോജനമായി ഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. കായീനെ, നിനക്ക് നിലത്ത് കൃഷി ചെയ്യാൻ അനുവാദം തന്ന ദൈവത്തിന്, ആ നൂലത്ത് 100 മേനി വിളവ് തന്ന ദൈവത്തിന്, നിന്റെ അധ്വാനത്തിൽ ഒരു ദിവസം മാറ്റിവെച്ച് നീ യഹോവയായ ദൈവത്തിന് യാഗമർപ്പിക്കണം. അത് തന്നെ ഹാബേലിനോട് പറഞ്ഞു കാണും. ഹാബേലെ, നിന്റെ തൊഴുത്തിൽ ആടുകളെ നിറച്ചു തന്ന ദൈവത്തിന്, ആ ആടുകൾക്ക് പുഷ്ടി തന്ന ദൈവത്തിന്, നിന്റെ കണ്ണെത്താത്ത നേരത്തും അതിലൊന്നുപോലും അപഹരിക്കപ്പെടാതെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന്, നിന്റെ അധ്വാനത്തിൽ ഒരു ദിവസം മാറ്റിവെച്ച് നീ യഹോവയായ ദൈവത്തിന് യാഗമർപ്പിക്കണം. ജീവിത മേഖലയിൽ എവിടെയെങ്കിലും ഒരു ഉയർച്ച നമുക്ക് ലഭ്യമായി എന്ന് ബോധ്യം വന്നാൽ ആ ഉയർച്ചയ്ക്കും പ്രശംസയ്ക്കും പിന്നാലെ പോയി നമ്മുടെ ആത്മീയത കളയാതെ അത് തന്ന ദൈവത്തിന്, അത് തന്നതിനെ പ്രതി നന്ദി അർപ്പിക്കാൻ എനിക്ക് എവിടെ ഒരു യാഗപീഠം പണിയാൻ കഴിയുമെന്നാണ് ഒരാത്മീയനാരായേണ്ടത്. അബ്രഹാം താൻ പോകുന്ന വഴിയാത്രയിൽ തനിക്ക് പ്രത്യക്ഷനായി അനുഗ്രഹം ചൊരിഞ്ഞ യഹോവയ്ക്ക് താൻ പോകുന്ന വഴിയാത്രയിൽ യാഗപീഠം പണിത് യാഗമർപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ പോകുന്ന വഴിക്കെങ്ങും യാഗപീഠമില്ലല്ലോ എന്നുള്ളത് യാഗം കഴിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസായി അബ്രഹാം കാണുന്നില്ല. യാഗപീഠമില്ലാത്തടത്ത് അത് പണിത് യാഗമർപ്പിക്കാൻ അബ്രഹാം എന്ന ആത്മീകന് കഴിഞ്ഞിരുന്നു. ജീവിത മേഖലയിൽ എവിടെയെങ്കിലും ഒരു ഉയർച്ച നമുക്ക് ലഭിച്ചു എന്ന് ബോധ്യം വന്നാൽ ആ ഉയർച്ചയ്ക്ക് പിന്നാലെ പോയി ഇന്നുവരെ ഉയർത്തിയ ആത്മീയതയെ കളയാതെ അത് തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ആരാധന അന്തരീക്ഷമാണ് ഒരാത്മീകൻ തേടേണ്ടത്. അങ്ങനെ ദൈവത്തിന്റെ ആദ്യത്തെ കുടുംബത്തിലെ ആദ്യത്തെ യൗവനക്കാർ യഹോവയായ ദൈവത്തിന് യാഗമർപ്പിക്കാൻ തീരുമാനിച്ചു. കായീൻ ചിന്തിച്ചു, എനിക്ക് നിലമാണുള്ളത്, നിലത്തിലെ കൃഷിയാണുള്ളത്, അതുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി ഞാനൊരു യാഗം അർപ്പിക്കാൻ പോകുന്നു. ഹാബേൽ ചിന്തിച്ചു, എനിക്ക് ആടുകളാണുള്ളത്, ആടുകളുടെ മാംസമാണുള്ളത്, അതുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി ഞാനൊരു യാഗം അർപ്പിക്കാൻ പോകുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് യാഗം അർപ്പിക്കാൻ പോകേണ്ടതുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ കായീൻ തൻ്റെ നിലത്ത് ചെന്ന് നല്ലതെന്ന് കണ്ട ഒരു കൃഷിഫലം വെട്ടിയെടുത്ത് കാണും. അത് നല്ലതെന്ന് കണ്ടിട്ടാണ് വെട്ടിയെടുത്തത്. അത് വീട്ടിൽ കൊണ്ടുവന്ന് ചെത്തി വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കേടുപാട് കായീൻ കണ്ടിരുന്നെങ്കിൽ അത് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് മറ്റൊന്നെടുത്തു കൊണ്ടുവരാൻ കായീൻ തുനിഞ്ഞേനെ. കാരണം എന്താ? കായീൻ ഒരു കാര്യം അറിയാം, എപ്പോഴെങ്കിലും യാഗം കഴിക്കാൻ യാഗപീഠത്തിൻ്റെ മുന്നിൽ വരുന്നെങ്കിൽ യാഗവസ്തുവായി മുന്നിൽ കൊണ്ടുവെക്കേണ്ടത് ചുക്കിച്ചുളിഞ്ഞതോ കേടുപാട് വന്നതോ ആകരുത്. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, ഏറ്റവും മെച്ചമായതിനെ നീ യാഗവസ്തുവായി മുന്നിൽ കൊണ്ടുവയ്ക്കാൻ ശീലിക്കണം. അത് തന്നെ ഹാബേലും ചെയ്തു കാണും. തൻ്റെ തൊഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആടുകളിൽ ഏറ്റവും മെച്ചമുള്ളതിനെ മേച്ചിലേക്ക് അഴിച്ചു കൊണ്ടുപോകുമ്പോഴും തൊഴുത്തിൽ കെട്ടിയിരിക്കുമ്പോഴും നന്നായി ഓടിക്കളിക്കുന്ന ഒരാടിനെ, ആ ആടിൻ്റെ മാംസത്തെ യഹോവയായ ദൈവത്തിന് യാഗമർപ്പിക്കാൻ തീരുമാനിച്ചു കാണും. കൈയൊടിഞ്ഞിട്ടില്ല, കാലൊടിഞ്ഞിട്ടില്ല, അംഗഭംഗം സംഭവിച്ചിട്ടില്ല, ഏറ്റവും ആരോഗ്യമുള്ളതെന്ന് തോന്നിയതിനെ
അറുത്ത് അതിൻ്റെ മാംസം കൊണ്ട് യാഗം കഴിക്കാൻ ഹാബേല് നിശ്ചയിച്ച് കാണും. എപ്പോഴെങ്കിലും ആരാധന അർപ്പിക്കാം ദൈവസന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും യാഗമർപ്പിക്കാൻ യാഗപീഠത്തിന്റെ മുന്നിൽ വരുന്നെങ്കിൽ, ദൈവത്തിന് യാഗവസ്തുവായി മുന്നിൽ കൊണ്ട് വെക്കേണ്ടത് ചുക്കിച്ചുളിഞ്ഞതോ കേടുപാട് വന്നതോ ആകരുത്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, ഏറ്റവും മെച്ചമായതിനെ, ഏറ്റവും വിലപ്പെട്ടതിനെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിക്കാൻ നിനക്ക് കഴിയണം. ജീസസ് മലാഖിയിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം ഇടപെടുമ്പോൾ യാഗപീഠത്തിൽ നിലനിൽക്കുന്ന പുരോഹിതന്മാരെ, നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. ഇത് യാഗപീഠത്തിൽ നിലനിൽക്കുന്ന പുരോഹിതന്മാരോട് യഹോവയായ ദൈവം ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിനൊരു മറുചോദ്യം പുരോഹിതന്മാർ ചോദിക്കുന്നു. ഞങ്ങൾ ഏതിനാൽ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു? മറുപടി, എൻ്റെ യാഗപീഠത്തിൽ മലിനഭോജനം അർപ്പിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. വിശദീകരണം ദൈവം തന്നെ നൽകുന്നു. നിങ്ങളുടെ തൊഴുത്തിൽ നല്ലതുണ്ടായിരിക്കെ, നിങ്ങളുടെ തൊഴുത്തിൽ മെച്ചമുള്ളത് ഉണ്ടായിരിക്കെ, നിങ്ങളുടെ തൊഴുത്തിൽ ശ്രേഷ്ഠമായത് ഉണ്ടായിരിക്കെ, നിങ്ങൾ യാഗവസ്തുവിനെ തിരഞ്ഞെടുക്കാൻ തൊഴുത്തിൽ പ്രവേശിക്കുമ്പോൾ നല്ലതെന്ന് തോന്നുന്നതിനെ, മെച്ചമുണ്ടെന്ന് തോന്നുന്നതിനെ, ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നതിനെ നിങ്ങളുടേതായ ഇഷ്ടത്തിന് മാറ്റിവെച്ചിട്ട് കൈയൊടിഞ്ഞതിനെയും കാലൊടിഞ്ഞതിനെയും അംഗഭംഗം സംഭവിച്ചതിനെയും നിങ്ങൾ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞ് നിങ്ങൾ യാഗപീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക്കുമ്പോൾ നിങ്ങൾ കളിയാക്കുന്നതും നിങ്ങൾ തുച്ഛീകരിക്കുന്നതും ആ യാഗത്തിൽ നിലനിൽക്കുന്ന ശുശ്രൂഷകനെയോ ആ യാഗപീഠത്തെ നന്നാക്കി ആ യാഗപീഠത്തിൻ്റെ മുന്നിൽ യാഗവസ്തു വെച്ച് നിങ്ങളുടെ ആരാധനയ്ക്ക് മുൻതൂക്കം വഹിക്കുന്ന പുരോഹിതനെയോ അല്ല നിങ്ങൾ കളിയാക്കുന്നത്. നിങ്ങൾ ഏതു നാമത്തിൽ യാഗം കഴിക്കാൻ യാഗപീഠത്തിൻ്റെ മുന്നിൽ വന്നുവോ, നിങ്ങൾ ആരാധന അർപ്പിക്കാൻ ഏത് നാമത്തിൽ ആ ആരാധനാ സ്ഥലത്ത് വന്നോ ആ നാമത്തെയാണ് നീ കളിയാക്കുന്നത്. എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവനെയാണ് നീ കളിയാക്കുന്നത്. എപ്പോഴെങ്കിലും യാഗം കഴിക്കാൻ, ആരാധിക്കാൻ ദൈവസന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ യാഗം കഴിക്കാൻ തീരുമാനിക്കണം. അങ്ങനെ കയീനും ഹാബേലും ഇരുവരും യാഗവസ്തുക്കളുമായി യാഗപീഠത്തിൻ്റെ മുന്നിൽ വന്നു. കയീൻ തൻ്റെ കൃഷിഫലത്തിൽ നിന്നെടുത്ത യാഗവസ്തുവായി എടുത്ത ആ ഒരു കൃഷിഫലത്തെ, വൃത്തിയാക്കിയ ഒരു കഷണത്തെ യാഗപീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഹാബേലും ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ എടുത്ത് അതിനെ അറുത്ത് അതിനെ തോലുരിച്ച് യാഗപീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. എന്താ തോലുരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം? തോലുരിക്കാതെ യാഗപീഠത്തിൻ്റെ മുന്നിൽ അതിനെ കൊണ്ടുവരുമ്പം പല നിറമാണ്, പല വലിപ്പമാണ്. എൻ്റേതാണ് മെച്ചം, നിൻ്റേതല്ല മെച്ചം, എൻ്റേതാണ് നിറമുള്ളത്, ശ്രേഷ്ഠതയുള്ളത് എന്നൊക്കെ പറയുന്നത് ഈ തോലുരിക്കാതെ വരുന്നത് കൊണ്ടാണ്. തോലുരിച്ചാണ് ഈ മാംസകഷ്ണത്തെ യാഗപീഠത്തിൻ്റെ മുന്നിൽ വെക്കുന്നതെങ്കിൽ പുറത്ത് എന്തുമാത്രം നിറവ്യത്യാസമുണ്ടെങ്കിലും അകത്തെ മാംസം എല്ലാം ഒരുപോലെ, എല്ലാത്തിൻ്റെ നിറം ഒരുപോലെ. ആരാധനയ്ക്കായി ആരാധനാലയത്തിൽ മുട്ടുമടക്കാൻ വന്നിരിക്കുമ്പോഴും നിനക്ക് വലിപ്പ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ, നിനക്ക് മറ്റൊരുവനെ ശ്രേഷ്ഠനായി എണ്ണാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ തോലുരിക്കപ്പെട്ടിട്ടില്ല. വചനത്തിലൂടെ, ദൈവശബ്ദത്തിലൂടെ, ദൈവദാസന്മാരുടെ ആലോചനയിലൂടെ നീ ശരിയായി ഉരിയപ്പെട്ടാൽ മാത്രമേ നീ എല്ലാവരും ഒന്നാന്നുള്ള യാഥാർത്ഥ്യം ആരാധനാലയത്തിൽ നിനക്കുണ്ടാകത്തുള്ളൂ. അങ്ങനെ തോലുരിച്ച ഒരു മാംസകഷ്ണം യാഗപീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഇരുവരും പഠിച്ചതുപോലെ, അറിഞ്ഞതുപോലെ, യാഗത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ അവർ മനസ്സിലാക്കിയതുപോലെ ഇരുവരും യാഗമർപ്പിച്ചു. കയീൻ തൻ്റെ യാഗാർപ്പണത്തിന് ശേഷം തൻ്റെ യാഗപീഠത്തെ ശ്രദ്ധിച്ചു നോക്കി. ആ യാഗപീഠത്തിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം കൊണ്ട്, അറ്റ്മോസ്ഫിയർ കൊണ്ട്
കയീന് ബോധ്യം വന്നു, എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല. അപ്പോൾ ഒരാത്മീക ശുശ്രൂഷയുടെ അന്തരീക്ഷം കൊണ്ട് തിരിച്ചറിയാം അത് ദൈവം സൗരഭ്യവാസനയായി സ്വീകരിച്ചോ എന്ന്. കയീന് ബോധ്യം വന്നു, എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല. ഉടനെ കയീൻ ഹാബേലിലേക്ക് നോക്കി. ഹാബേലിന്റെ മുഖത്തൊരു പ്രസന്നതയൊക്കെ കാണുന്നുണ്ട്, ഒരു പുഞ്ചിരിയൊക്കെ കാണുന്നുണ്ട്, ഒരു സന്തോഷം കാണുന്നുണ്ട്. അപ്പൊ കയീന് ബോധ്യം വന്നു, എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല, എൻ്റെ സഹോദരന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഈ ചിന്തയകത്ത് കയറിയാൽ അത് ആത്മീയ അപകടം ഉണ്ടാക്കും. എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, എൻ്റെ സഹോദരന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. എൻ്റെ പ്രാർത്ഥനയിൽ വിടുതലുണ്ടായില്ല, എൻ്റെ സഹോദരന്റെ പ്രാർത്ഥനയിൽ വിടുതലുണ്ടായി. എൻ്റെ ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല, എൻ്റെ സഹോദരന്റെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എന്ന ചിന്ത ആത്മീയ അപകടം ഉണ്ടാക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് വന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് യാഗം കഴിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഒരു ദിവസം ഒരു നേരം തന്നെ യാഗം അർപ്പിച്ചത്. ഞങ്ങളുടെ വരുമാന മാർഗം രണ്ടായതുകൊണ്ട് ഞങ്ങളുടെ യാഗവസ്തുക്കളിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടായത്. ഞാൻ കർഷകനായതുകൊണ്ട് കൃഷിഫലം എടുത്തു വെച്ചു. എൻ്റെ ഉപജീവന മാർഗമായ കൃഷിഫലത്തിൽ നിന്ന് ഞാനൊരു കഷ്ണം എടുത്തു വെച്ചു. എൻ്റെ സഹോദരൻ ആട്ടിടയനായതുകൊണ്ട് ആടിൻ്റെ മാംസം എടുത്തു വെച്ചു. അപ്പം ഞങ്ങളുടെ യാഗവസ്തുക്കളിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടായത്. പക്ഷേ എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, എൻ്റെ സഹോദരൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കയീന് കോപം വന്നു, കയീന്റെ മുഖം വാടി. യാഗാർപ്പണത്തിനായി യാഗപീഠത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച രണ്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു. ഇന്നുള്ള ആരാധനകളിലും ദൈവാന്തരീക്ഷത്തിലും ആ ചോദ്യത്തെ ദൈവം ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കയീനേ, നീ കോപിക്കുന്നതെന്ത്? ചോദ്യം 2, കയീനേ, നിന്റെ മുഖം വാടുന്നതും എന്ത്? ഈ ചോദ്യത്തെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാരാഞ്ഞപ്പോൾ ദൈവം എന്നോട് മറുപടി നൽകി, മോനെ, യാഗത്തിൽ പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയോട്, ആരാധനയിൽ തോറ്റുപോയൊരു വ്യക്തിയോട്, ദൈവകൃപ ശരിയായി പ്രാപിക്കാൻ കഴിയാതെ പോയൊരു വ്യക്തിയോട് ഞാൻ ആ ചോദ്യത്തെ അങ്ങനെ അല്ല ചോദിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് യാഗത്തിൽ പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയോട്, ദൈവാന്തരീക്ഷം ലഭ്യമാകാതെ പോയൊരു വ്യക്തിയോട്, കൃപയിൽ നിൽക്കാൻ കഴിയാതെ പോയൊരു വ്യക്തിയോട്, ആരാധനയിൽ ദൈവപ്രസാദം കിട്ടാതെ പോയൊരു വ്യക്തിയോട് ദൈവം ആ ചോദ്യത്തെ ചോദിച്ചത്? കയീനേ, ഇത് കോപിക്കാനുള്ള ഇടമാണോ? കയീനേ, ഇത് മുഖം വാടാനുള്ള ഇടമാണോ? നീ എന്തിനായി ഏതിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു എന്ന ബോധ്യം നിന്റെ അന്തരാത്മാവിൽ ഉണ്ടായിരിക്കെയാണോ ഞാൻ ആഗ്രഹിക്കാത്ത സ്വഭാവത്തെ നീ ഇതിൻ്റെ മുൻപിൽ പ്രകടമാക്കുന്നത്? ഇത് എൻ്റെ യാഗപീഠമാണ്. ഇത് കോപാകുലമായ മനസ്സുമായി വരുന്നവനെ ശാന്തനാക്കാനാണ് യാഗപീഠം. വാടിയ മുഖത്തോടെ വരുന്നവനെ പ്രസന്നനാക്കാനാണ് യാഗപീഠം. ബലഹീനനായി വരുന്നവനെ ശക്തിപ്പെടുത്താനാണ് യാഗപീഠം. രോഗിയായി വരുന്നവനെ സൗഖ്യമാക്കാനാണ് യാഗപീഠം. പിന്നെ എന്തിനാണ് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു സ്വഭാവത്തെ നീ ഇതിൻ്റെ മുൻപിൽ പ്രകടമാക്കുന്നത്? അപ്പൊ യാഗാർപ്പണത്തിനായി യാഗപീഠത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എന്തു മനോഭാവമാണ് പുറത്തേക്ക് വരേണ്ടതെന്ന് ദൈവത്തിൻ്റെ മനസ്സുണ്ട്. അത് ആരാഞ്ഞറിഞ്ഞ് ദൈവസഭയിൽ വരാമെങ്കിൽ, യാഗപീഠത്തിൽ വരാമെങ്കിൽ, ദൈവസന്നിധിയോടടുക്കാമെങ്കിൽ ഒരു കോപം ഒഴിവാക്കി നമുക്ക് അനുഗ്രഹത്തോടെ മടങ്ങാം. ഒരു വാട്ടം ഒഴിവാക്കി ഒരു ദൈവിക ശ്രേഷ്ഠത കൊണ്ട് മടങ്ങാം. ഞാൻ ആരാധനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി, ദൈവമുഖം അന്വേഷിക്കാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചതിൽ പ്രസാദിച്ച്, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഞാൻ കൊണ്ടുവന്നതിൽ ദൈവം പ്രസാദിച്ച് തീ ഇറക്കി ഉത്തരമരളി എന്നെ അനുഗ്രഹിച്ച് മടക്കി അയക്കാൻ ഭാഗത്തിൽ എന്തു മനോഭാവമാണ് ഞാൻ യാഗപീഠത്തിൽ കാട്ടേണ്ടതെന്ന് പ്രാർത്ഥിച്ചാരാഞ്ഞിട്ട് നീ ഇതിനകത്തു വരാമെങ്കിൽ ഒരു കോപം ഒഴിവാക്കി ഒരു ദൈവാന്തരീക്ഷം കൊണ്ടു മടങ്ങാം. കോപാകുലമായ മനസ്സുമായി വരുന്നവനെ
ശാന്തനാക്കാനാണ് യാഗപീഠം. വാടിയ മുഖത്തോടെ വരുന്നവനെ പ്രസന്നനാക്കാനാണ് യാഗപീഠം. യാഗാർപ്പണത്തിനായി യാഗപീഠത്തിന്റെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയോട് എന്തു മനോഭാവമാണ് പുറത്തേക്ക് വരുന്നതെന്ന് നോക്കി അവന് വിടുതൽ കൊടുക്കുന്ന ഒരു ദൈവത്തെ അറിയണം. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ, ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ എൻ്റെ മനോഭാവത്തെ ആരാഞ്ഞറിഞ്ഞിട്ട് എൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അറിഞ്ഞു മനസ്സിലാക്കി ആരാധിക്കാൻ കഴിയണം. ഇനി ഇത് കായിനുള്ള നല്ല അവസരമായി നമുക്ക് കണക്കുകൂട്ടാം. എന്തിനുള്ള അവസരം? ഇപ്പൊ കായീൻ യാഗപീഠത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ട നിരാശയുള്ളവനായിട്ടാണ്. ദൈവാന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ കഴിയാതെ പോയ സങ്കടപ്പെട്ട ഒരുവനായിട്ടാണ്. പക്ഷെ ആ സങ്കടം അവനെ കോപത്തിലാക്കി. ഇത് നല്ലൊരു അവസരമായി നമുക്ക് കണക്ക് കൂട്ടാം കായീന്. എന്തിനുള്ള അവസരം? എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, എൻ്റെ ആരാധനയിൽ വേണ്ട പോലെ വിടുതൽ ഉണ്ടായില്ല, ഇന്നലകളിൽ ഞാൻ ചെയ്ത തെറ്റോ എൻ്റെ ജീവിതത്തിൻ്റെ കുറവോ ആകാം. ദൈവമേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇല്ലേ, നാണയത്തിൻ്റെ ഒരു സൈഡാ. എൻ്റെ ആരാധനയിൽ വേണ്ട പോലെ വിടുതൽ ഉണ്ടായില്ല, എൻ്റെ ആരാധനയിൽ ദൈവതേജസ് ഇറങ്ങിയില്ല, എനിക്ക് വേണ്ട പോലെ ശോഭിക്കാൻ കഴിഞ്ഞില്ല, ഇന്നലകളിൽ ഞാൻ ചെയ്ത തെറ്റോ എൻ്റെ ജീവിതത്തിൻ്റെ കുറവോ ഞാൻ യാഗത്തെ ഒരുക്കിയതിൽ വന്ന പാകപ്പിഴയോ അതിന് തയ്യാറെടുത്തപ്പോൾ എന്നെ വിധേയപ്പെടുത്താതെ പോയ പാകപ്പിഴയോ ആകാം. ദൈവമേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇല്ലേ, ദൈവവചനത്തിൻ്റെ ഘനത്തിൽ തന്നെ പറയാം, സ്വന്തം സഹോദരന്റെ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടായി എന്ന് കണ്ട്, സ്വന്തം സഹോദരന്റെ ആരാധനയിൽ വിടുതലുണ്ടായി എന്ന് കണ്ട്, സ്വന്തം സഹോദരന് അഭിവൃദ്ധി ഉണ്ടായി എന്ന് കണ്ട് അതിൽ സന്തോഷിക്കാതെ കോപാകുലനായി പൈശാചിക ബുദ്ധിയിൽ അവനെ നശിപ്പിക്കാൻ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ അല്പമൊക്കെ ആത്മീയ അന്തരീക്ഷം ശകലം കിടപ്പുണ്ട്. അതെന്താ ശകലം കിടപ്പുണ്ടെന്ന് പറയാൻ കാരണം? സ്വന്തം സഹോദരന് നേരെ കൈ ഊങ്ങുന്നത് യാഗപീഠത്തിന്റെ മുന്നിൽ വെച്ച് വേണ്ട, വയലി വെച്ച് മതി എന്ന് ചിന്തിച്ചത് ശകലം കൂടെ ആത്മീയം മങ്ങാതെ നടക്കുന്നുണ്ടല്ലേ. ഒരു ശകലം വെട്ടം കൂടെ ബാക്കി നിൽക്കുന്നത് കൊണ്ടാ ഈ ആരാധനയ്ക്ക് വന്നയിടത്ത് വെച്ചൊന്നും പാടില്ലെന്ന്, ആരാധിക്കാൻ വന്നെടുത്ത് വെച്ചൊന്നും പാടില്ലെന്ന്, യാഗപീഠത്തിന്റെ മുന്നിൽ വെച്ചത് പാടില്ല, വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മതി എന്ന് കായീന് ബോധ്യം വന്ന് മങ്ങാതെ 1% ഇനി ബാക്കിയുണ്ട് ആത്മീയം. ആ പേടി 1% ബാക്കി നിൽപ്പുണ്ട്. സ്വന്തം സഹോദരനെ നശിപ്പിക്കാൻ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിന്റെ പകുതി സമയം മതിയായിരുന്നു വീണ് കിടന്ന് കരയാൻ ഇല്ലേ, അതിന്റെ പകുതി സമയം മതിയായിരുന്നു ഏറ്റുപറയാൻ, അതിന്റെ പകുതി സമയം മതിയായിരുന്നു മറ്റൊരു ആരാധനാ ക്രമീകരണത്തിലേക്ക് നീങ്ങാൻ. അങ്ങനെ ഏറ്റുപറയാൻ ഒരവസരം എടുത്തിരുന്നെങ്കിൽ, അവിടെ വീണ് കിടന്ന് കരയാൻ ഒരു സമയം എടുത്തിരുന്നെങ്കിൽ, സ്വന്തം സഹോദരനെ നശിപ്പിക്കാൻ പോയതിൻ്റെ ഒരു പകുതി ശതമാനം സമയം വീണ് കിടന്ന് കരയാൻ കായീൻ എടുത്തിരുന്നെങ്കിൽ അടുത്തൊരു യാഗത്തിന് ദൈവം അവസരം കൊടുത്തേനെ. കൂടെ വന്ന കൂട്ടു സഹോദരൻ അടുത്ത ആരാധനയ്ക്ക് നിന്റെ കൂടെ കണ്ടേനെ. ദൈവം ഒരാരാധനയിൽ ഭംഗമുണ്ടായി എന്ന് കണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടായി എന്ന് കണ്ട്, വേണ്ട പോലെ ശോഭിക്കാൻ കഴിഞ്ഞില്ലെന്ന് കണ്ട് ആരെയും തള്ളുന്നില്ല. ഏറ്റുപറയാനും ഏറ്റുപറഞ്ഞ് കരുണയ്ക്കായി അപേക്ഷിക്കാനും ആ യാഗപീഠത്തിൽ സ്ഥലമുണ്ട്. ഒരാരാധനയിൽ ഭംഗമുണ്ടായി എന്ന് കണ്ട്, വേണ്ട വിധം ശോഭിക്കാൻ കഴിഞ്ഞില്ലെന്ന് കണ്ട് നീ കോപിക്കരുത്. ആ കോപത്തിന് പകരം കരയാൻ സമയമെടുക്കണം. എൻ്റെ വീഴ്ച ഞാൻ കോപത്തിന് വേണ്ടി എടുക്കരുത്, എൻ്റെ വീഴ്ച കരയാൻ എടുക്കണം. എൻ്റെ വീഴ്ചയുടെ സമയം ഏറ്റുപറച്ചിലിൻ്റെ സമയമാക്കണം, കോപത്തിന് സമയമെടുക്കരുത്. ഇനിയും എന്തുകൊണ്ട് കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല? കായീന്റെ യാഗത്തിലുണ്ടായ പരാജയം എന്താണ്?
കായീന്റെ യാഗത്തിലുണ്ടായ പരാജയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ ഒരു ഭാഗമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് ദൈവം കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. പുതിയ നിയമവിശ്വാസികളായ നാം തന്നെ യാഗവസ്തുക്കളായിരിക്കെ കായീനോട് ഈ നിലയിൽ ദൈവം യാഗപീഠത്തിൽ മനോഭാവം കാട്ടാനിടയായ കാരണം എന്താ? ഇതിനകത്ത് കായീനുള്ള താക്കീതും നമുക്കുള്ള ബുദ്ധി ഉപദേശവും എന്താ? കായീനെ, നിന്റെ കൃഷിഫലം നല്ലത് തന്നെ. അത് ചെത്തിയിട്ടുണ്ട്, കഴുകിയിട്ടുണ്ട്, മണ്ണ് കളഞ്ഞിട്ടുണ്ട്, അത് കണ്ടാൽ കണ്ണാടി പോലെ തിളങ്ങും. അത് മണ്ണിൽ നിന്നെടുത്ത ഭക്ഷ്യവസ്തുവാണ്. നമുക്ക് മനസ്സിലാകാൻ അത് കാച്ചിലാകാം, ചേനയാകാം, ചേമ്പാകാം, തനിക്കെന്ന് കൃഷി ചെയ്യാൻ പറ്റിയതെന്തോ അതാകാം. അത് മണ്ണിൽ നിന്നെടുത്ത ഭക്ഷ്യവസ്തുവാണ്. അത് മണ്ണ് കളയാതെ വെച്ചതിനാലാണോ ദൈവം പ്രസാദിക്കാഞ്ഞേ? നമുക്ക് മനസ്സിലാകാനാ. അത് ചെത്താഞ്ഞതിനാലാണോ ദൈവം പ്രസാദിക്കാഞ്ഞേ? അത് എന്തെങ്കിലും കടിച്ച് കേടുപാട് വന്നതിനാലാണോ ദൈവം പ്രസാദിക്കാഞ്ഞേ? കായീന്റെ യാഗത്തിലുണ്ടായ പരാജയം എന്താണ്? കായീനെ, നിന്റെ കൃഷിഫലം നല്ലത് തന്നെ. അത് ചെത്തിയിട്ടുണ്ട്, അത് കഴുകിയിട്ടുണ്ട്, അത് മണ്ണ് കളഞ്ഞിട്ടുണ്ട്, കണ്ടാൽ കണ്ണാടി പോലെ തിളങ്ങും. ചെത്തി വൃത്തിയാക്കിയ കൃഷിഫലത്തിന്റെ കഷണത്തെ യാഗപീഠത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്ന സമയത്ത് ആരാ യാഗപീഠത്തിന്റെ സൈഡിൽ കൂടെ പോയാലും ഭംഗിവാക്ക് പറയും, മുഖസ്തുതി പറയും. ഇത്ര മനോഹരമായ യാഗവസ്തുവോ? ഇതിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആര് പറയും? അടുത്ത് ആരാധിക്കാൻ വന്നിരിക്കുന്ന ആള് പറയും, അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നയാൾ പറയും, നമ്മോട് സ്നേഹമുള്ളവൻ പറയും. പക്ഷേ നീ അറിയേണ്ടിയ ഒരു മനോഭാവം, നീ ആരാധിക്കുന്ന യഹോവ എന്ന് എന്നിൽ കിടപ്പുണ്ട്. അതെന്താ? നീ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതിന്റെ തിളക്കം നോക്കി അല്ല ഞാൻ ആരാധനയിൽ ദൈവപ്രസാദം ചൊരിയുന്നത്. അത് കൊണ്ടുവന്ന് വെച്ച നിന്റെ വിശുദ്ധി കണ്ടിട്ടാണ്. അത് കൊണ്ടുവച്ച നിന്നെ, അത് ചെത്തി വൃത്തിയാക്കിയ നിന്നെ, അത് ആരാധനയ്ക്ക് കൊണ്ടുവന്ന് ദൈവപ്രസാദം തേടാൻ നിൽക്കുന്ന നിന്നെ അതിനേക്കാൾ വിശുദ്ധിയിൽ കാണുന്നതാണ് എനിക്ക് യാഗാർപ്പണം. കായീനോടുള്ള താക്കീത് എന്താ? കായീനെ, നീ ഇത് ചെത്തി വൃത്തിയാക്കുന്നതിൻ്റെ പകുതിയെങ്കിലും നിന്നെ തന്നെ ശുദ്ധീകരിക്കാനും നിന്നെ തന്നെ ക്രമീകരിക്കാനും നീ സമയമെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കോപമുണ്ടാകുമായിരുന്നോ? പാടുന്ന പാട്ടിന്റെ ഈണത്തേക്കാൾ ദൈവസന്നിധിയിൽ പ്രാധാന്യം പാടുന്നവന്റെ ജീവിത വിശുദ്ധിയാണ്. പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഞാൻ ഈ പറയുന്ന പോയിന്റുകളേക്കാൾ ദൈവസന്നിധിയിൽ പ്രാധാന്യം. ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ്, അച്ഛൻ എനിക്ക് മൈക്ക് തരുന്നതിന് മുൻപ്, എന്നെ ഇവിടെ അനൗൺസ് ചെയ്യുന്നതിന് മുൻപ്, ഞാൻ പോയ വഴികളിലൂടെ ദൈവം സഞ്ചരിക്കുമ്പോൾ എന്നിൽ കളങ്കമില്ലെന്ന്, എന്നിൽ അശുദ്ധിയില്ലെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നത്. അതിനെയാണ് യാഗാർപ്പണം എന്ന് പറയുന്നത്. ഇനിയും എന്ത് യാഗപീഠത്തിൽ പാടില്ല? നമ്മൾ കണ്ടത് എന്ത് യാഗാർപ്പണമെന്നാ. യാഗപീഠത്തിൽ ഇനി എന്തു പാടില്ല? ഏലിപ്പുരോഹിതന് കണ്ണുമങ്ങി തുടങ്ങിയ കാലയളവിൽ, ഒരു കാലത്ത് നന്നായി ശുശ്രൂഷിച്ച ഒരു പുരോഹിതന് കണ്ണുമങ്ങി തുടങ്ങിയ കാലയളവിൽ, ശീലോവിലുണ്ട് എന്നാലും ആക്റ്റീവ് അല്ല, പ്രായാധിക്യം കൊണ്ട് അല്പമൊക്കെ ശുശ്രൂഷയോട് വിട്ടു നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു പരിധിവരെ ഏലിയുടെ മക്കൾ ഒഫ്നിയും ഫിനെഹാസും യാഗപീഠത്തോട് സമീപിച്ചിരുന്നു. തെളിവ്, എൽക്കാനെ യാഗം കഴിക്കാൻ ശീലോവിൽ വരുമ്പോൾ ആ സമയത്ത് ഒഫ്നിയും ഫിനെഹാസും ആ യാഗപീഠത്തിലുണ്ട്. ഇവർ യാഗപീഠത്തോട് സമീപിച്ച വിധം ദൈവവചനത്തിലുണ്ട്. വല്ലവനും ഒരു യാഗവസ്തുവുമായി യാഗപീഠത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ അവിടെ നിന്ന് നിൽക്കുക. പണമുള്ളവർ പണത്തിനൊത്തൊരു യാഗമൃഗത്തെ വാങ്ങിച്ച് അതിനെ അറുത്ത്
അതിൻ്റെ മാംസം കൊണ്ടുവന്ന് യാഗപീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കും. പണമല്ല മൃഗസമ്പത്താണുള്ളതെങ്കിൽ തങ്ങളുടെ തൊഴുത്തിലുള്ള മൃഗസമ്പത്തുക്കളിൽ ഏറ്റവും മെച്ചമായ ഒന്നിനെ അറുത്ത് അതിനെ തോലുരിച്ച് അതിൻ്റെ മാംസം കൊണ്ടുവന്ന് യാഗപീഠത്തിൽ വയ്ക്കും. ഇതിന് രണ്ടിനും സാധിക്കാത്തവർ ഷീലോവിലുണ്ട്. പണമില്ല ഒന്നിനെ വാങ്ങാൻ, മൃഗസമ്പത്തില്ല ഒന്നിനെ അഴിച്ചുകൊണ്ട് വരാൻ. ഇതിന് രണ്ടിനും സാധിക്കുന്നില്ലെങ്കിലും അവർക്ക് ആഗ്രഹമുണ്ട് ആരാധിക്കണമെന്ന്. വേണ്ട വിധത്തിൽ ഒരു മൂല്യമുള്ള ആരോഗ്യമുള്ള ഒരു യാഗമൃഗത്തെ കൊണ്ട് എല്ലാ ദിവസവും പോകാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഭവനത്തിനില്ലെങ്കിലും അവർക്കും ഇവരെ പോലെ ദൈവത്തെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആരാധിക്കണമെന്നൊരു ചിന്ത ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന തുകയിൽ അവർ മിച്ചം പിടിക്കാവുന്നതെല്ലാം മിച്ചം പിടിച്ച് അവർക്കുള്ള തുകയിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരു പരിധി വരെ വേണ്ടാന്ന് വെച്ചിട്ട് തങ്ങൾ മുറുക്കി പിടിച്ച ആ തുക ശേഖരിച്ച് ഒരു യാഗമൃഗത്തിൻ്റെ, നല്ല ഒരു യാഗമൃഗത്തിൻ്റെ, ഊനമില്ലാത്ത ഒരു യാഗമൃഗത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിൽ കരുതിയിട്ട്, നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടല്ലേ, യാഗമൃഗത്തിൻ്റെ എമൗണ്ട്, ഒരു പണം, നല്ല ഒരു യാഗമൃഗത്തെ വാങ്ങിക്കാൻ എന്തിനു വേണ്ടി പണം നൽകേണ്ടി വരുമെന്ന് മനസ്സിൽ കണ്ടേച്ച് എത്രമാത്രം തങ്ങളുടെ ജീവിതത്തിൻ്റെ, ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ വെട്ടിക്കുറയ്ക്കാമോ അത്രയും വെട്ടിക്കുറച്ചായിരിക്കും ഒരു പണശേഖരണം കൊണ്ട് ഒരു യാഗമൃഗത്തെയൊക്കെ വാങ്ങുന്നത്. ആരോഗ്യമുള്ളതിനെ നോക്കി വാങ്ങുമ്പോൾ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ നോക്കി വാങ്ങുമ്പോൾ വില കൂടും. പക്ഷേ ദൈവത്തിനാണല്ലോ എന്ന് കണ്ട്, ആരാധനയ്ക്കാണല്ലോ എന്ന് കണ്ട്, ദൈവപ്രസാദം ചേടാനാണല്ലോ എന്ന് കണ്ട് വില നോക്കാതെ ദൈവിക നാമമഹത്വത്തിനായി തങ്ങളുടെ സാമ്പത്തികതയെ മുഴുവൻ ഉപയോഗിച്ച് ഒരു യാഗമൃഗത്തെ വാങ്ങിച്ച് അതിനെ അറുത്ത് തോലുരിച്ച് നല്ല ഒരു മാംസകഷ്ണം യാഗപീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കും. യാഗപീഠത്തിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഏലിയുടെ മക്കൾ ഒഫ്നിയും ഫിൻഹാസും യാഗപീഠത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നത് വിശ്വാസികൾ കാണുന്നുണ്ട്. ആ യാഗപീഠത്തിൻ്റെ വശങ്ങളിൽ അവർ നിൽക്കുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു കാലം അത്രയും ആത്മീക ശുശ്രൂഷയ്ക്ക് സഹായമായി ഞങ്ങൾക്ക് തീർന്ന ഒരു പുരോഹിതന്റെ മക്കളാണല്ലോ എന്ന ഒരു സന്തോഷവും ബഹുമാനവും അവരോടുണ്ട്. പക്ഷേ അവർ ആ വശത്ത് നിൽക്കുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് വിരോധമില്ല. പക്ഷേ വിശ്വാസികൾ വളരെ നാൾ പ്രാർത്ഥിച്ച്, വളരെ നാൾ ആഗ്രഹിച്ച് ഒരു യാഗമൃഗത്തെ അറുത്തതിൻ്റെ മാംസം കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഏലിയുടെ മക്കൾ ഒഫ്നിയും ഫിനഹാസും അടുത്തു വന്ന് ചോദിക്കും, ഞങ്ങൾക്ക് വറുത്ത് കഴിപ്പാൻ മാംസം തരിക. അവരോടുള്ള ബഹുമാനമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇടിഞ്ഞു താഴെ പോകുകയാണ്. ഏലിയോടുള്ള ബഹുമാനം മക്കളോടും അവർ കാട്ടി. ഏലിയോടുള്ള ആത്മീക ശുശ്രൂഷയിലെ ആദരവ് ഒഫ്നിയോടും ഫിനഹാസിനും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒരു ശുശ്രൂഷകന്റെ മക്കളോടുള്ള ബഹുമാനം ഇടിയുക. ഒരു കാലം അത്രയും ശുശ്രൂഷയിൽ നിലനിന്ന ഒരു പുരോഹിതന്റെ, ഒരു അഭിഷക്തന്റെ മക്കളിൽ നിന്ന് ഇങ്ങനെയൊരു ചോദ്യം കേൾക്കേണ്ടി വന്നല്ലോ എന്ന ഞെട്ടലിൽ വിശ്വാസികൾ നിൽക്കുമ്പോൾ, ഞങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ല, ഇത് ദൈവത്തിനുള്ളതാണെന്ന് കരഞ്ഞു പറയുമ്പോൾ, വിശ്വാസികളുടെ കരച്ചിലോ കണ്ണുനീരോ പ്രാർത്ഥനയോ വകവയ്ക്കാതെ അവർ മുപ്പല്ലി കൊണ്ട് പൊക്കിയെടുത്ത് സ്വന്തം ഇഷ്ടം കൊണ്ട്, വിശ്വാസികള് ഞങ്ങൾക്ക് മാംസം തരത്തില്ലെന്ന് ഒഫ്നി മനസ്സിലാക്കുമ്പോൾ, അത് മക്കളെ അനുസരിക്കാത്തോണ്ടല്ല, ഏലിക്ക് ബഹുമാനം കൊടുക്കാത്തോണ്ടല്ല, ഏലിക്ക് മുകളിലും അവർ കാണുന്ന ബഹുമാനം ദൈവത്തോടാണ്. ഏലിക്ക് മുകളിൽ, ഏലിയുടെ മക്കൾക്ക് മുകളിൽ അവർ കാണുന്നത് മഹത്വമുള്ള ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് അനുസരിക്കാത്തോണ്ടല്ല,
പുരോഹിതനെ അനുസരിക്കാത്തോണ്ടല്ല, പുരോഹിതനെ ബഹുമാനിക്കാത്തോണ്ടല്ല, പുരോഹിതന്റെ മക്കളോട് ആ റെസ്പെക്റ്റ് ഇല്ലാത്തോണ്ടല്ല, അതിന്റെ മുകളിൽ ആരാധനയെ കാണുന്നത് കൊണ്ട്. ഇത് മേധസ് ദഹിക്കും മുൻപേ എടുത്തുകൊണ്ട് പോകല്ലേ എന്ന് കരഞ്ഞു പറയും. പക്ഷേ സ്വമനസാൽ അപ്പന്റെ വിശ്വാസികൾ അപ്പന്റെ മുന്നിൽ ആരാധനയ്ക്ക് എൻ്റെ അപ്പൻ ലീഡ് ചെയ്ത എൻ്റെ അപ്പന്റെ വിശ്വാസികൾ ഈ മാംസം ഞങ്ങൾക്ക് വിട്ടുതരികയില്ലെന്ന് കണ്ടിട്ട് മുപ്പല്ലി എടുത്തുകൊണ്ട് വരും. മുപ്പല്ലി കൊണ്ട് ഈ മാംസത്തെ എടുത്ത് അവർ മനോഹരമായ അടുക്കളയിൽ കൊണ്ടുപോയി അവർ മാംസം വറുത്ത് മനോഹരമായ ടേബിളിൽ വെച്ച് ഇവർ വറുത്ത് കഴിക്കും. അപ്പോൾ ഇവർ വറുത്ത് കഴിക്കുമ്പോൾ ശ്രേഷ്ഠമായതെന്ന് കാണുമ്പോൾ അവർ പുരോഹിതനെയും വിളിക്കുക മാംസം കഴിക്കാൻ. ശരിക്കും ഈ യാഗപീഠത്തിൽ സംഭവിക്കേണ്ടതെന്താണ്? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാധനയ്ക്ക് സൗരഭ്യവാസനയാകേണ്ട മാംസ കഷ്ണം യാഗപീഠത്തിന്റെ മുന്നിലില്ല. ഇവിടെ അപ്പോൾ ഉള്ളത് ഇപ്പൊ വിശ്വാസികളുടെ കരച്ചിൽ മാത്രമാണ്. മറു സൈഡ് ആരാധനയ്ക്ക് പോകേണ്ട മാംസ കഷ്ണം എന്തൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞ് കഴിക്കുന്ന മക്കളും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് പോയിട്ട് ആരാധിക്കാൻ കഴിഞ്ഞില്ല, മാംസം കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ട് കരയുന്ന ദൈവമക്കൾ ഒരു സൈഡ്, ദൈവത്തിന് സൗരഭ്യവാസനയാകേണ്ട മാംസകഷ്ണം എന്തൊരു ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കടിച്ചു തിന്നുന്ന മക്കൾ. ശരിക്കും ഈ യാഗപീഠത്തിൽ സംഭവിക്കേണ്ടത് എന്താണ്? പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിച്ച് വളരെ കരുതലോടെ ഒരു മാംസകഷ്ണം യാഗപീഠത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്നും തീയിറക്കി ആ മാംസകഷ്ണത്തെ ദഹിപ്പിച്ച് അതിൻ്റെ സൗരഭ്യവാസന മണക്കുക എന്നുള്ളതാണ് ഏതൊരു യാഗപീഠത്തിലും സംഭവിക്കേണ്ടത്. ആ സൗരഭ്യവാസന മണത്തിട്ട് അത് അർപ്പിച്ചവരെ അനുഗ്രഹിക്കുന്ന ഒരു രീതിയാണ് യാഗപീഠത്തിലുള്ളത്. ആരാധന സൗരഭ്യവാസനയായി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അത് അർപ്പിച്ചവർക്ക് ദൈവാനുഗ്രഹം വരുന്നതാണ് യാഗപീഠത്തിൽ നടക്കേണ്ടത്. നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്നിറങ്ങിയതിനു ശേഷം തങ്ങളെ പെട്ടകത്തിൽ സുരക്ഷിതമായി കാത്ത ദൈവത്തിന് ഒരു യാഗം അർപ്പിച്ചു. ആ യാഗത്തിൽ പ്രസാദിച്ച ദൈവം ആ യാഗം സൗരഭ്യവാസനയായി മണത്തപ്പോൾ ആ യാഗം അർപ്പിച്ചവരോടുള്ള അനുഗ്രഹത്തിന്റെ അടയാളമായി ദൈവം ആകാശത്തിൽ ഒരു വില്ല് വെച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു യാഗവസ്തുവിനെ ദൈവം ദഹിപ്പിച്ച് അതിൻ്റെ സൗരഭ്യവാസന മണത്ത് അവരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഒരു യാഗപീഠത്തിൽ സംഭവിക്കേണ്ടത്. പക്ഷേ വിശ്വാസികളുടെ കണ്ണുനീര് വകവയ്ക്കാതെ, ആരാധനാലയത്തിലെ പ്രാർത്ഥനയെ വകവയ്ക്കാതെ, ദൈവത്തിന് സൗരഭ്യവാസന മണക്കാൻ അവസരം കൊടുക്കാതെ സ്വന്തം ശരീരപുഷ്ടിക്ക് വേണ്ടി ഇത് വറുത്ത് കഴിച്ചു. യാഗപീഠം നിനക്ക് കളിക്കാനുള്ള ഇടമല്ല, ദൈവത്തിന് സൗരഭ്യവാസന മണക്കാനുള്ള ഇടമാണ്. ആദ്യത്തെ ദിവസം കഴിച്ചു, ആരോഗ്യ പ്രശ്നങ്ങളില്ല. രണ്ടാമത്തെ ദിവസം കഴിച്ചു, ആരോഗ്യ പ്രശ്നങ്ങളില്ല, കുറച്ചുകൂടെ പുഷ്ടി വരുന്നത് പോലെ അവർക്ക് തോന്നി. രണ്ടാമത്തെ ദിവസം ഇത് ആവർത്തിക്കുക. ഇത് ആവർത്തിക്കും തോറും വിശ്വാസികൾ യാഗപീഠത്തിൽ വരാൻ മടിക്കുന്നു. പക്ഷേ എപ്പം മാംസകഷ്ണം കിട്ടിയാലും അത് വിടത്തില്ലെന്ന് പറഞ്ഞ് മുപ്പല്ലി കൊണ്ട് പിടിച്ചു നിൽക്കുന്ന മക്കൾ. ആരെങ്കിലും മാംസം കൊണ്ട് വരുന്നോ നോക്കണേ, അറിയിക്കണം, ഞാൻ മുപ്പല്ലി കൊണ്ട് വരാം. ആദ്യത്തെ ദിവസവും ആരോഗ്യ പ്രശ്നമില്ലാതെ പുഷ്ടിയിൽ പോയി. രണ്ടാമത്തെ ദിവസവും ആരോഗ്യ പ്രശ്നങ്ങളില്ല, അവർക്ക് പുഷ്ടിയേ വരുന്നുള്ളൂ.
ആരോഗ്യ പ്രശ്നങ്ങളില്ല, പുഷ്ടിയേ ഉള്ളെന്ന് കണ്ടപ്പോൾ അവർ ചിന്തിച്ചു ദൈവവും കൂടെ സൈഡായി. ഇതിന് ദൈവം പ്രതികൂലമാണെങ്കിൽ, ദൈവം ഇതിന് സൈഡല്ലെങ്കിൽ ഒരു ഒമറ്റിൻ ടെൻഡൻസി എങ്കിലും വരണ്ടേ? ഇതിന് ദൈവം അനുകൂലമല്ലെങ്കിൽ, ഈ പ്രവൃത്തിയിൽ ദൈവം കോപിതനാണെങ്കിൽ ഇതിനൊരു ഒമറ്റിൻ ടെൻഡൻസി എങ്കിലും വരണ്ടേ? ഇത് അനുഗ്രഹമേ ഉള്ളൂ, ഇത് പുഷ്ടിയേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ പുരോഹിതന്റെ മക്കൾ ചിന്തിച്ചു ദൈവം സൈഡായി. ദൈവഹിതമല്ലാത്ത വഴികളിൽ സഞ്ചരിക്കുമ്പോൾ, ദൈവഹിതമല്ലാത്ത പാതയിലൂടെ പോകുമ്പോൾ, ദൈവഹിതമല്ലാത്ത നിലയിൽ ആരാധന അലക്ഷ്യമാക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതും നാം ഇച്ഛിക്കുന്നതും സാധിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് സൈഡ് ചേർന്നു എന്നല്ല. ഈ മുപ്പല്ലി കൊണ്ട് പിടിച്ചുകൊണ്ട് പോകുമ്പം, മാംസത്തെ എടുത്തോണ്ട് പോകുമ്പം ദൈവത്തിൻ്റെ ഒരു മനസ്സ് ഇവർ ഈ പിടിച്ചുകൊണ്ട് പോകുന്ന, മാംസം പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു മനംമാറ്റം ഉണ്ടായിട്ട്, യോ ഇത് ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണല്ലോ, നമുക്ക് അന്നേരം തോന്നിയ ബുദ്ധിയിൽ നമ്മൾ എടുത്തോണ്ട് വന്നയാണല്ലോ, നമുക്കിത് വേണ്ടടാ, നമ്മൾ കോപം സൃഷ്ടിക്കണ്ട, ആരും അറിയാതെ തിരിച്ചു കൊണ്ടുവയ്ക്കേ. മാംസം പോയതിനെ പ്രതി മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ആരാധന കഴിച്ചോ എന്ന് പറയുന്ന മാനസാന്തരം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലേ? ദൈവത്തിൻ്റെ മഹത്വം. എടാ, ഇത് നമുക്ക് ചേർന്നതല്ല. ഈ മാംസ കഷ്ണത്തിന് വില കൊടുത്തവരുണ്ട്. ഇത് ദൈവമക്കളുടെ കണ്ണുനീരിൻ്റെയും അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ്. ഇവരിത് അധ്വാനിച്ച് കൊണ്ടുവന്നത് ദൈവാനുഗ്രഹത്തിനാണ്. കണ്ണ് നനയിപ്പിച്ചുകൊണ്ട് ഒരു പുഷ്ടി നമുക്ക് വേണ്ട, കണ്ണ് നിറയിപ്പിച്ചുകൊണ്ട് ഒരു ശ്രേഷ്ഠത നമുക്ക് വേണ്ട. ഇത് കൊണ്ടുവച്ചേര് നമുക്ക് വേറെ എവിടുന്നെങ്കിലും വാങ്ങിക്കാം. ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായിട്ട് ഇതിവർ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവരുടെ മേൽ ന്യായവിധി അയക്കാതിരിക്കാമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ മനസ്സുണ്ട്. അതെന്താ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മനസ്സ്? ആരാധിക്കുന്ന ജനത്തിൻ്റെ കണ്ണ് നിറയിപ്പിച്ചിട്ട് ന്യായവിധി മക്കളുടെ മേൽ അയക്കാതെ ദൈവം ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ മനസ്സെന്താ? ഒരു മനം മാറ്റം ഉണ്ടാകാൻ ഒരല്പം സമയം കൊടുക്കുന്നു. ചെയ്തത് വലിയ തെറ്റ്, ചെയ്തത് ആരാധനയോടുള്ള അലക്ഷ്യത, ചെയ്തത് മഹാപാപം, ചെയ്തത് ന്യായവിധിക്ക് തുല്യമായ പ്രവൃത്തി. പക്ഷേ ദൈവം സമയം കൊടുക്കുന്നു. മാനസാന്തരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ, തിരിച്ചു വരുന്നെങ്കിൽ തിരിച്ചു വരട്ടെ. മക്കളെ ഈ തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അവരെ ജീവിക്കാൻ വിടാൻ കഴിയുമെങ്കിൽ നോക്കാമെന്ന് ദൈവം ചിന്തിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം മക്കളുടെ ആത്മീയം കണ്ടിട്ടല്ല. തെറ്റ് ചെയ്തിട്ടും ആരാധന അലക്ഷ്യമാക്കിയിട്ടും കരയിപ്പിച്ചിട്ടും തേജസ് വെളിപ്പെടേണ്ടടുത്ത് തീ ഇറങ്ങേണ്ടടുത്ത് റാഞ്ചലിനെ ഇറക്കിയിട്ടും ദൈവം ഇങ്ങനെ നിന്നുപോയതിൻ്റെ കാരണം, മക്കളുടെ മേൽ ന്യായവിധി അയക്കാൻ വൈകിയതിൻ്റെ പിന്നിലെ കാരണം മക്കളുടെ ആത്മീയതയല്ല. മക്കൾക്ക് ആത്മീയത ഉണ്ടെങ്കിൽ മാംസം അടിച്ചു മാറ്റത്തില്ലല്ലോ. മക്കൾക്ക് ആത്മീയത ഉണ്ടെങ്കിൽ ആരാധന കുളമാക്കത്തില്ലല്ലോ. മക്കൾക്ക് ആത്മീയത ഉണ്ടെങ്കിൽ ആരാധിക്കാൻ വന്നവനെ കരയിപ്പിക്കത്തില്ലല്ലോ. എന്താ ഇതിൻ്റെ പിന്നിലെ കാരണം? ദൈവത്തിൻ്റെ ന്യായവിധിക്കും ഏലിയുടെ മക്കൾക്കും ഇടയിൽ ഒരു നടിച്ചുവര് നിൽപ്പുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധിക്കും ഒഫ്നിയുടെയും ഫിനെഹാസിന്റെ ഇടയ്ക്ക് ഒരു നടിച്ചുവര് നിൽക്കുന്നു. ആ നടിച്ചുവരിന്റെ പേരാണ് ഏലി പുരോഹിതൻ. ഒരു കാലം അത്രയും ശുശ്രൂഷയിൽ നിലനിന്ന പുരോഹിതന്റെ മുഖം ഓർക്കുമ്പോൾ മക്കളുടെ മേൽ ന്യായവിധി അയക്കാൻ ദൈവത്തിന് മനസ്സു വരുന്നില്ല. നമ്മൾ ഇങ്ങനെ നിന്നു പോകുന്നത് നമ്മുടെ ഭക്തി കൂടുതൽ കൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ആരോ ഉള്ളത് കൊണ്ടാണ്. ഒരു കാലം അത്രേ ശുശ്രൂഷയിൽ നിലനിന്ന ഏലി പുരോഹിതൻ എന്ന മുഖം ഓർക്കുമ്പോൾ
ഒഫ്നിയുടെയും ഫിനെഹാസിന്റെയും മേൽ ന്യായവിധി അയക്കാൻ ദൈവത്തിന് തോന്നുന്നില്ല. നമ്മൾ ഇങ്ങനെ നിന്നു പോകുന്നത്, നമ്മൾ ആരാധിച്ചു പോകുന്നത്, നമ്മൾ പ്രസംഗിച്ചു പോകുന്നത്, നമ്മൾ ന്യായവിധിക്കകത്തകപ്പെടാതെ ഇങ്ങനെ പോകുന്നതിന്റെ പിന്നിലെ കാരണം ഇടയ്ക്കാരോ ഇടിവിൽ നിൽക്കാനുള്ളത് കൊണ്ടാ, ഇടയ്ക്കാരോ യാചിക്കാനുള്ളത് കൊണ്ടാ. ഒരിക്കൽ മോശയോടെ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവാ. ഈ ജനത്തെ ഇങ്ങനെ കൊണ്ടു നടന്നാൽ എനിക്ക് ഇവരെ അടിക്കാനേ സമയം കാണത്തുള്ളൂ. ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോകുകയാണ്. എണ്ണത്തിൽ ഒത്തിരി പേരെ എനിക്ക് വേണ്ട, എനിക്ക് അനുസരിക്കുന്ന കുറച്ചു പേരെ മതി. ഞാൻ ഈ ജനത്തെ ന്യായം വിധിക്കാൻ പോകുക. അനുസരിക്കാതെ ശാഠ്യം കാണിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കനാനിൽ വേണ്ട, എന്നെ അനുസരിക്കുന്ന ചുരുക്കം പേര് മതി. ഞാൻ ഈ ജനത്തെ അടിക്കാൻ പോവാ, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കാൻ പോവാ. മോശയുടെ മറുപടി അവിടെ നമ്മൾ മോശയുടെ പ്രവാചകനായിട്ടൊക്കെ കാണാവുന്നേ, ഒരു അഭിഷക്തനായിട്ടൊക്കെ നമുക്ക് മോശയെ കാണാവുന്നേ. അവിടെ ദൈവമേ ഇവിടെ വരെ എത്തിച്ചിട്ട് കനാനിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ജനത്തെ വിടുവിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നേച്ച് ഇവിടെ വെച്ച് അവരെ എടുക്കല്ലേ, വെട്ടല്ലേ, അവരുടെ മുഴുവൻ തെറ്റും എന്റെ മേൽ ചുമത്തിയിട്ട് അവരെ അക്കരെ കടത്തണേ. അവിടെയാണ് മോശയെ ഒരു പ്രവാചകനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനത്തിന്റെ അതിക്രമം മുഴുവൻ തിങ്ങി നിൽക്കുമ്പോൾ ജനത്തിന്റെ അതിക്രമത്തിനും ദൈവത്തിന്റെ ന്യായവിധിക്കുമിടയിൽ അവരുടെ പ്രാണന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരഭിഷക്തനായിട്ട് നമുക്ക് മോശയെ കാണാൻ പറ്റും. അവരെ എടുക്കല്ലേ, അവരെ നശിപ്പിക്കരുതേ, അവരെ ഇല്ലാതാക്കല്ലേ, കനാനിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് പുറപ്പെടുവിച്ച് ഇടയ്ക്ക് വെച്ചൊരു സംഹാരം പാടില്ല. അവരുടെ തെറ്റെന്റെ മേൽ ചുമത്തിയിട്ട് അവരെ അക്കരെ കടത്തണേ. നമ്മളിങ്ങനെ നിന്നു പോകുന്നത് നമ്മുടെ ആത്മീയത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, ഇടിവിലാരോ നിൽക്കാനുള്ളത് കൊണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വളമിട്ട് നോക്കാം, ഒരു പ്രാവശ്യം കൂടെ ഞാൻ തൈ വെച്ച് നോക്കാം, ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചെത്തി നോക്കാം, മേലാൽ കായ്ച്ചെങ്കിലോ. പക്ഷേ സമയം അനുവദിച്ചിട്ടും മാനസാന്തരത്തിന് ഇട നൽകിയിട്ടും മക്കൾക്ക് മാനസാന്തരം വന്നില്ല, മക്കൾക്ക് മാറ്റം വന്നില്ല. ആരാധനയോടുള്ള അവരുടെ അലക്ഷ്യത അവസാനിച്ചില്ല. ജനത്തെ കരയിപ്പിക്കുന്നത് അവർ നിർത്തിയില്ല. ദൈവത്തിൻ്റെ യാഗത്തെ മുടക്കിക്കളയുന്നത് നിന്നുപോയില്ല. ഒരു കാലം അത്രയും ശുശ്രൂഷയ്ക്ക് അനുഗ്രഹത്തിനായി കൈനീട്ടിയ യഹോവ ഒരിക്കൽ ന്യായവിധിക്കായി ശീലോവിൽ കരം നീട്ടി. യാഗാർപ്പണം കുളമാക്കിയതിന് ശേഷം ഫെലിസ്ത്യരോട് ഇസ്രായേൽ ഒരു യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഫെലിസ്ത്യർ ഇസ്രായേലിനെ വെട്ടി 4000 പേര് പട്ടു. 4000 പേര് പട്ടുപോയത് കണ്ട് ഭയന്ന് ഇസ്രായേലും ഓഫ്നിയും ഫിനെഹാസും പറഞ്ഞു, നമുക്കിടയിൽ യഹോവയുടെ പെട്ടകമില്ലല്ലോ, നമുക്കിടയിൽ യഹോവയുടെ പെട്ടകമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പരാജയം. അതിനെ നമുക്കിവിടെ കൊണ്ടുവരണം. യഹോവയുടെ പെട്ടകം ആർപ്പോടും നൃത്തത്തോടും കൂടെ പാളയത്തിനകത്ത് കൊണ്ടുവന്നു. പാളയത്തിനകത്ത് കൊണ്ടുവന്നപ്പോൾ പാളയത്തിൽ അത് കൊണ്ടുവന്നപ്പോൾ ഫെലിസ്ത്യർക്ക് പേടി. ഒരു കാലത്ത് ബാധ അയച്ച പെട്ടകം, ഒരു കാലത്ത് നമ്മെ അടിമയാക്കിയ പെട്ടകം, അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നവരെ ബാധ അയച്ച് സംഹാരം അയച്ച് നശിപ്പിച്ച് തൻ്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ ദൈവസാന്നിധ്യമായി നിന്ന പെട്ടകം ഇപ്പൊ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. നാം വീണുപോകും. പക്ഷെ ആ പെട്ടകം ഉണ്ടായിട്ടും അവർ യുദ്ധം ചെയ്തിട്ടും 70,000 പേര് പട്ടുപോയി. 70,000 പേര് പട്ടുപോയി. പെട്ടകമില്ലാത്തപ്പോൾ 4,000 പട്ടുപോയുള്ളൂ. പെട്ടകം വന്നതിന് ശേഷം 70,000 പേര് പട്ടു. എന്താ? പെട്ടകം വരുമ്പോൾ ഒന്നെങ്കിൽ മരണസംഖ്യ നേരത്തേതിനും കുറയണം. അല്ല, എൻ്റെ കൂടെ ഉണ്ടല്ലേ? പെട്ടകമില്ലാഞ്ഞപ്പം 4,000 പേര് മരിച്ചു.
പെട്ടകമുള്ളപ്പോൾ സംഭവിക്കേണ്ടത് ഒന്നുകിൽ നേരത്തെ കുറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കുറയണം. 4000 എന്നുള്ളത് ഒരു 1000മോ അതിൽ കുറവോ മരണസംഖ്യ കുറഞ്ഞു വന്നാൽ പെട്ടകം കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായി എന്ന് പറയാൻ പറ്റൂലേ? അതല്ലെങ്കിൽ മരണം സംഭവിക്കരുത്. പെട്ടകത്തെ ജനം കാണുന്നേ അങ്ങനെ. ഞങ്ങളെ കൊണ്ട് സാധിക്കാത്ത സമയത്ത് ഞങ്ങളുടെ മധ്യത്തിൽ എപ്പോൾ വന്നിട്ടുണ്ടോ അപ്പോൾ ഇത് ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കാൻ കഴിയാത്ത സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നത്, ഞങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടാൻ ഞങ്ങൾ ചെയ്ത വഴി യഹോവയുടെ പെട്ടകം നൃത്തത്തോടെ കൊണ്ടുവയ്ക്കുക. അത് നടുക്കുള്ള സമയത്ത് അതില്ലാത്തപ്പോൾ ഉള്ളതിനേക്കാൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യ പെട്ടകം വന്നതിന് ശേഷം കൂടി. എന്താ കാരണം? പട്ടുപോയത് കൂടാതെ, പട്ടുപോയത് കണ്ടപ്പോൾ ഒഫ്നിയും ഫിനെഹാസും പെട്ടകത്തോട് ചാരി നിന്നു. കാരണം മരണസംഖ്യ കൂടുന്നു. ആരാധനയെ കൊളമാക്കിയതിന് ശേഷമുള്ള യുദ്ധമാണ്. നമ്മുടെ വിശുദ്ധ ജീവിതം കണ്ടിട്ട് ദൈവം നമ്മളെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. ഒഫ്നിയുടെയും ഫിനെഹാസിൻ്റെയും മനസ്സിലെ ചിന്ത, കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ജനത്തെ കരയിപ്പിച്ചത്, ദൈവകോപം വരുത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ്, ഈ ജനത്തെ കുരുതി കൊടുത്തത് നമ്മളാ, ഇനിയും വിശുദ്ധ ജീവിതം നോക്കി ദൈവം നമ്മളെ രക്ഷിക്കത്തില്ല. ആകെയുള്ള മാർഗം പെട്ടകത്തോട് ചാരി നിൽക്കുക എന്നുള്ളതാണ്. ഒഫ്നിയും ഫിനെഹാസും ചിന്തിച്ചു, ഇത്രയും മഹാപാപം ചെയ്തിട്ട് പെട്ടകത്തോട് ചാരി നിന്നാൽ രക്ഷപ്പെടാമെന്ന്. ആരാധനയെ നശിപ്പിച്ച് ആരാധനയ്ക്കകത്ത് ന്യായവിധി സൃഷ്ടിച്ചിട്ട് പാപം കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ വാള് വരുമ്പോ പെട്ടകത്തോട് ചാരി നിന്നാൽ നീ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കരുത്. ഇനിയുള്ള മാർഗം പെട്ടകത്തോട് ചാരി നിൽക്കുന്നതാ. പക്ഷേ ചാരി നിന്നവനെ പെട്ടകത്തിൽ നിന്ന് പിടിച്ചു മാറ്റി വെട്ടിക്കളഞ്ഞു. വിശുദ്ധ ജീവിതമില്ലാതെ, ആരാധനയ്ക്ക് അതിൻ്റെതായ വിശുദ്ധിയില്ലാതെ വാള് വരുമ്പം പെട്ടകത്തോട് ചാരാമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കുകയില്ല. ഒരുവൻ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഏലിപുരോഹിതന്റെ അടുത്ത് ഓടി വന്നു. ഏലിപുരോഹിതനോട് പറഞ്ഞു, നിന്റെ മക്കൾ യുദ്ധത്തിൽ പട്ടുപോയി, പെട്ടകം പിടിക്കപ്പെട്ടു, ജനം എല്ലാം കൊല്ലപ്പെട്ടതിനകത്ത് നിന്റെ മക്കൾ ഒഫ്നിയും ഫിനെഹാസും ഉണ്ട്. തൻ്റെ മക്കൾ പട്ടുപോയതറിഞ്ഞ് മനം നൊന്ത് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞാണ് ഒരു കാലം അത്രേ ശുശ്രൂഷിച്ച പുരോഹിതൻ മരിക്കുന്നത്. ഒരു കാലം അത്രേ ശുശ്രൂഷയിൽ ശക്തമായി നിന്ന പുരോഹിതന്റെ മരണത്തിൽ പുരോഹിതന്റെ ഡെഡ് ബോഡി ശീലോവിലെ പാരിഷാളി കൊണ്ടുവയ്ക്കുമ്പോൾ പെടലി ചരിഞ്ഞാ കിടക്കുന്നത്. കഴുത്തൊടിഞ്ഞല്ലേ മരിച്ചത്. ഈ ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ടിട്ട് ഇതൊരു സ്വാഭാവിക മരണമായിട്ട് വിശ്വാസികൾക്ക് തോന്നുന്നില്ല. ഇത് കർത്തൃകാഹളം പാടിയും പേർ വിളിക്കുന്ന നേരം പാടിയും കണ്ണു തിരുമ്മി അടച്ച ഒരു ഭക്തന്റെ മരണമായിട്ട് തോന്നുന്നില്ല. ഇതിനകത്തെന്തോ ഒരു ന്യായവിധി ഉണ്ട്. അന്ന് കരഞ്ഞ സഹോദരിമാർക്ക്, അന്ന് കരഞ്ഞ ദൈവമക്കൾക്ക് പറയാൻ മറുപടിയുണ്ട്. ഒരു കാലത്ത് നന്നായി ഏലി പുരോഹിതൻ ശുശ്രൂഷിക്കുന്ന കാലത്ത് ഒഫ്നിയും ഫിനെഹാസും ഇടവും വലവും ഉണ്ടായിരുന്നു. അന്ന് അവർ യാഗത്തോട് ചെയ്യുന്ന തെറ്റ്, യാഗത്തോട് കാട്ടുന്ന മനോഭാവത്തെ തിരുത്താൻ ഏലി തുനിങ്ങില്ല. പിള്ളേരല്ലേ വളർന്നു വരുമ്പോൾ ശരിയായിക്കോളും, പിള്ളേരല്ലേ വളർന്നു വരുമ്പോൾ ആത്മീയത്തിൽ വന്നോളൂന്നേ. ഇപ്പോഴുള്ളത് ഒരു ബാലവൈകല്യമായിട്ടൊക്കെ കണ്ടാൽ മതി. ഇപ്പൊ കാണിക്കുന്ന ചെറിയ കുരുത്തക്കേട് കൊച്ചു പിള്ളേരെ കുരുത്തക്കേടായിട്ട് കണ്ടാൽ മതി. അവർ വളർന്നു വരുമ്പോൾ ശരിയായിക്കോളും. അവർ വളർന്നു, പക്ഷേ അതിനൊപ്പം തെറ്റും വളർന്നു. അവർ വളർന്നു, പക്ഷെ ആരാധനയോടുള്ള അവരുടെ മനോഭാവത്തെ അലക്ഷ്യ മനോഭാവവും വളർന്നു.
ആരാധന കുളമാക്കുന്നതും ആരാധനയ്ക്ക് കൊണ്ടുവന്നവൻ്റെ മാംസം സ്വന്തമായി കഴിക്കുന്നതും ആരാധിക്കാൻ വരുന്ന സ്ത്രീകളോട് അലക്ഷ്യമായി പെരുമാറുന്നതും അറിഞ്ഞു ഏലി. അറിഞ്ഞപ്പോഴത്തേന് വൃദ്ധനായി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യാഗപീഠത്തോടുള്ള മനോഭാവം എങ്ങനാ? നമ്മുടെ ആരാധനയോടുള്ള മനോഭാവം എങ്ങനാ? ഏലി അറിഞ്ഞു എൻ്റെ മക്കൾ ഇങ്ങനെ കാട്ടുന്നത്. പക്ഷേ വ്യക്തമായി വഴക്ക് പറയാനുള്ള ആവതില്ല. പ്രായാധിക്യം കൊണ്ട് വാക്കിടറുന്നു. വ്യക്തമായി അത് പറഞ്ഞു തിരുത്താനുള്ള ആവതില്ല. ഒരു കമ്പെടുത്തൊരടി കൊടുക്കാനുള്ള ആരോഗ്യമില്ല. വൃദ്ധനായി. ഇപ്പം പപ്പ അവിടെ അടങ്ങിയിരിക്കേ എന്ന് പറഞ്ഞാൽ ചുരുണ്ടിരിക്കേണ്ട സമയമായി. ഇത്രയും നാള് പപ്പ ചെയ്തില്ലയോ, ഇനി ഞങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഏലിയെ മൂലക്കിരുത്തുന്ന സമയമായി. ഏലി പുരോഹിതനോടൊരു ചോദ്യം: നിനക്ക് നന്നായി ആരോഗ്യമുള്ള കാലത്ത്, നിനക്ക് നന്നായി ബലമുള്ള കാലത്ത്, ശുശ്രൂഷ തലങ്ങളിൽ തീ പോലെ നിന്ന കാലത്ത്, ജനത്തിന്റെ വിടുതലിന് വേണ്ടി യാഗപീഠത്തിൽ കത്തി ജ്വലിച്ച കാലത്ത് നിനക്ക് കഴിയത്തില്ലായിരുന്നോ മക്കളെ തിരുത്താൻ? പക്ഷേ നീ അന്ന് പിള്ളേരല്ലേ എന്ന് വിട്ട് തള്ളിക്കളഞ്ഞു. പക്ഷേ തെറ്ററിഞ്ഞപ്പോൾ തിരുത്താൻ നിനക്കാവതില്ല. നീ നന്നായി ആരാധിക്കുന്ന കാലത്ത് തന്നെ നിന്റെ തലമുറ നിന്നോടൊപ്പം ആരാധിക്കാനുണ്ടോ എന്ന് ഉറപ്പുവരുത്തിക്കോണം. നീ നന്നായി പാടുന്ന കാലത്ത് തന്നെ നിന്നോടൊപ്പം പാടാൻ നിന്റെ തലമുറയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ നന്നായി ആരാധിക്കുമ്പോൾ, ഞാൻ നന്നായി വചനം വായിക്കുമ്പോൾ, ഞാൻ നന്നായി ദൈവകൃപയിൽ നിൽക്കുമ്പോൾ എനിക്കൊപ്പം ആ പായിലിരുന്ന് പാടാൻ എൻ്റെ തലമുറയുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അതല്ലെങ്കിൽ അവനോടുള്ള തെറ്റിൻ്റെ കണക്ക് ദൈവം നിന്നോടും ചോദിച്ചെന്ന് വരും കേട്ടോ. നീ നന്നായി ആരാധിക്കുന്ന കാലത്ത്, നീ പാടുന്ന കാലത്ത്, നീ ദൈവവചനത്തെ പഠിക്കുന്ന കാലത്ത് നിന്റെ ഒപ്പം ഇരുന്ന് വചനം പഠിക്കാൻ നിന്റെ തലമുറയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇനിയും വീട്ടിൽ യാഗപീഠം വേണമോ? യോബിന്റെ വീട്ടിൽ ഒരു യാഗപീഠമുണ്ട്. മനോഹരമായ വീട് പണിതപ്പോൾ യാഗപീഠത്തെ പണിഞ്ഞു വയ്ക്കാനും 24 മണിക്കൂറും യാഗം കത്താനും ഒരു മുറി പ്രത്യേകം യോബ് പണിതു വെച്ചിരുന്നു. അവിടെ എപ്പോഴും യാഗം കത്തിക്കൊണ്ടിരിക്കും. യോബിന്റെ വീടിന്റെ മാത്രം പ്രത്യേകത ദൈവവചനത്തിലുണ്ട്. വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ സാധാരണ നിലയിൽ കവിഞ്ഞ് യോബിന്റെ വീടിനുള്ള വിശേഷപ്പെട്ട ഒരു ദിവസം, ആ ദിവസം വിരുന്നുമേശയ്ക്ക് ചുറ്റുമിരുന്നവർ ആഘോഷിക്കും. വിവാഹം കഴിച്ചയച്ച സഹോദരിമാരെ തിരിച്ചു വിളിച്ച് അവർ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കും. ഇവർ വിരുന്നുമേശയ്ക്ക് ചുറ്റുമിരുന്ന് ആഘോഷിക്കുന്നത് അപ്പനായ ഇയ്യോബ് നോക്കിക്കാണും. ഇവർ ഒരു മേശയ്ക്ക് ചുറ്റും ബഹളമില്ലാതെ, ഒച്ചപ്പാടില്ലാതെ, വഴക്കില്ലാതെ, സ്നേഹത്തിലും ഐക്യതയിലും ഒന്നിച്ചാഘോഷിക്കുന്നത് ഒരപ്പനെന്ന നിലയിൽ ഇയ്യോബിന് സന്തോഷമാണെങ്കിലും, ഞാൻ വിരുന്നുമേശയിൽ ഇരുന്ന് ആഘോഷിക്കാൻ സമയം കൊടുത്തപ്പോൾ ആ വിരുന്നുമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഞാൻ പിടിച്ച വിശുദ്ധിക്കും വേർപാടിനും ഈ പുസ്തകത്തിനുമെതിരെ എന്തെങ്കിലും ഒന്ന് വിരുന്നുമേശയിൽ ഉയർത്തുന്നുണ്ടോ എന്ന് നോക്കിക്കാണുന്ന അപ്പനായിരുന്നു യോബ്. ഞാൻ എൻ്റെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ, എൻ്റെ പണം നൽകുമ്പോൾ, എൻ്റെ വണ്ടി കൊടുക്കുമ്പോൾ, എൻ്റെ മൊബൈൽ കൊടുക്കുമ്പോൾ ഞാൻ പിടിച്ച വിശുദ്ധിക്കെതിരെ എന്തെങ്കിലും ഒന്ന്, ഞാൻ പിടിച്ച വേർപാടിനെതിരെ എന്തെങ്കിലും ഒന്ന് അതിൽ ഉയർന്നു വരുന്നുണ്ടോ എന്ന് നോക്കിക്കാണുന്ന അപ്പനായിരുന്നു യോബ്. ഇത് കണ്ട് ആവലാതിപ്പെട്ടിട്ട് വിരുന്നുമേശയുടെ അവിടുന്ന് യാഗപീഠത്തിലോട്ട് പിള്ളാരെ പിടിച്ചോണ്ട് പോകും. വിരുന്നുമേശയുടെ അവിടുന്ന് യാഗപീഠം വരെ പിള്ളേറെ വെറുവെറുപ്പാ. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ആരാധിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ. എന്തെങ്കിലും ഒന്ന് ആഘോഷിക്കാനും
എന്തെങ്കിലും ഇവരെ വല്ലപ്പോഴും കിട്ടുന്നത്. ഒന്ന് സംസാരിക്കാനും തുടങ്ങുമ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞ് പായിട്ട് ഞങ്ങളെ വിളിക്കും. പക്ഷേ ഇയ്യോബ് എന്ന കർക്കശക്കാരൻ്റെ നിലപാട് കൊണ്ട് ചെന്നിരിക്കും. ഇയ്യോബിൻ്റെ ഒരു സമാധാനം, യാഗപീഠത്തിലൊരു കൊള്ളിയെങ്കിലും എടുത്തു വെച്ചില്ലെങ്കിലും വന്നിരിക്കുന്നല്ലോ. 3-4 പ്രാവശ്യം നീ പിടിച്ചുകൊണ്ട് വന്നിരുത്തിയാൽ 4ാമത് നീ വരാതെ അവൻ വന്നോളും. പിന്നെ അവൻ വന്നിരുന്നാൽ നീ പറയാതെ അവൻ കൊള്ളിയെടുത്ത് വെച്ചോളും. പക്ഷേ ഇയ്യോബ് കഴിക്കുന്ന യാഗത്തെ നോക്കിയിട്ട് പിള്ളേർ എഴുന്നേറ്റ് പോകും. പക്ഷേ ഇയ്യോബ് എഴുന്നേക്കത്തില്ല, അവിടെ തന്നെ ഇരിക്കും. ഇവരിങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു, എപ്പോൾ ആഘോഷം വെച്ചാലും, എപ്പോൾ വിരുന്ന് വെച്ചാലും, എപ്പോൾ കറങ്ങാൻ തീരുമാനിച്ചാലും അത് നിർത്തലാക്കിയിട്ട് പ്രാർത്ഥിക്കാനിരുത്തുന്ന ഒരപ്പനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആഘോഷവും നമ്മുടെ എൻജോയ്മെൻറ്റും, നമുക്കൊരു മൂത്ത ചേട്ടനുണ്ടല്ലോ, ഒഴിഞ്ഞു കിടക്കുന്ന വീടാണ് ചേട്ടൻ്റെ വീട്, അവിടോട്ട് നമുക്ക് ഈ ആഘോഷം അങ്ങ് വെക്കാം. അപ്പൻ അവിടോട്ട് വരാൻ സാധ്യതയില്ല. അപ്പൻ്റെ മുറിക്ക് തൊട്ടപ്പുറത്ത് ആഘോഷം വെക്കുമ്പോഴല്ലേ അപ്പൻ ഇറങ്ങി വരുന്നേ. നമുക്ക് കാലിയായിട്ട് കിടക്കുന്ന ചേട്ടൻ്റെ വീടുണ്ടല്ലോ, അവിടോട്ട് കൊണ്ട് വയ്ക്കാം. അവിടെ ഇരുന്ന് ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ശേബയാർ വാളുകൊണ്ട് വന്നു. ചേട്ടൻ്റെ വീട്ടിൽ ആരും കാണാതെ മുറിക്കകത്തിരുന്ന് ദൈവഹിതമല്ലാതെ ആഘോഷിക്കാമെന്ന് മക്കൾ തീരുമാനിച്ചപ്പോൾ ഇയ്യോബ് എന്ന അപ്പൻ അവിടെ വന്നില്ല. ദൈവം അയച്ച ഒരു വാൾ അവിടെ വന്നു. ആരും കാണുന്നില്ലെന്ന് കണ്ട് ദൈവഹിതമല്ലാത്തതിന് നീ കൈ നീട്ടുമ്പോൾ അപ്പൻ വന്നില്ലേലും പാസ്റ്റർ വന്നില്ലേലും നിന്നെ നിയന്ത്രിക്കുന്ന വിശ്വാസി വന്നില്ലേലും വാളും പിടിച്ചിറങ്ങുന്ന ഒരു ദൈവദൂതനുണ്ടെന്ന്, വാളും പിടിച്ചിറങ്ങുന്ന ദൈവമുണ്ടെന്ന്, നിന്നെ കാണുന്ന ദൈവമുണ്ടെന്ന്. ശേബയാർ വന്ന് മൃഗങ്ങളെയെല്ലാം വെട്ടി. മൃഗങ്ങളെ വെട്ടുന്ന കണ്ടിട്ട് അത് തടയാൻ നോക്കിയ ദാസന്മാരെ വെട്ടി. ഒരുവൻ വാളി നൊഴിഞ്ഞിട്ട് ഇയ്യോബിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, വിരുന്നുമേശയ്ക്ക് ചുറ്റും നീ അറിയാതെ ഇരുന്ന് നിന്റെ മക്കൾ ആഘോഷിച്ചപ്പോൾ ശേബയാർ വന്ന് വേലക്കാരെയും മൃഗങ്ങളെയും വെട്ടിയിട്ടുണ്ട്. ഇയ്യോബ് ചോദിച്ചു കാണും, എൻ്റെ മക്കൾക്കോ അവർ കതകടച്ചകത്തിരുന്നത് കൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും വന്നില്ല. ഇയ്യോബിൻ്റെ മറുപടി, കതകടച്ചകത്തിരുന്നത് കൊണ്ടല്ല, ആരാധനയ്ക്ക് വേണ്ട വിധം പ്രാധാന്യം നൽകാതെ, ആരാധനയ്ക്ക് ദൈവമുഖം അന്വേഷിക്കാതെ, ദൈവത്തോട് ഭയമില്ലാതെ ഈ യാഗപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ തൊട്ട് ഞാനൊരു ന്യായവിധി മണക്കുന്നുണ്ട്. ആ ന്യായവിധിയിൽ എൻ്റെ തലമുറ പെടാതിരിക്കാൻ ഞാൻ ഇവിടെ തീ കത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്ക് സഹോദരാ, പ്രാർത്ഥിക്ക് സഹോദരി, ഞാൻ കത്തുന്ന യാഗപീഠത്തിൽ ഇതൊരു കൊള്ളിയെങ്കിലും എടുത്തു വെച്ച് എന്നോടൊപ്പം യാഗം കഴിക്കെന്ന് പറഞ്ഞ് ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ആ കൈ പിടിച്ചു മാറ്റിയിട്ട് നമുക്ക് ബോധിച്ച വഴിയെ പോകരുതേ. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടോ, അവർക്ക് സമയമുള്ളത് കൊണ്ടോ, അവർക്ക് ജോലിയില്ലാത്തത് കൊണ്ടോ നിന്നെ വിളിച്ചതായിരിക്കില്ല. ഒരു ന്യായവിധി വരുന്നതിന് മുൻപ്, ഒരു വാള് വീശപ്പെടുന്നതിന് മുൻപ് നീ ആ ന്യായവിധിക്കകത്ത് അകപ്പെടാതിരിക്കാൻ ആരോ പ്രാർത്ഥിക്കാൻ നിർബന്ധിച്ചതാണെന്ന് കൂട്ടണം. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ നിന്റെ കരത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ നീ പോയ വഴിയെ നിന്നെ വിടാതെ, നിന്നെ ആരാധനയ്ക്ക് ആരെങ്കിലും ബലത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ കൈ തട്ടി മാറ്റി നിനക്കിഷ്ടമുള്ള വഴിയെ പോകരുത്. നീ പ്രാർത്ഥിക്കാനുള്ള സമയമായി. ആ ന്യായവിധി നിന്നിൽ നിന്നൊഴിഞ്ഞു പോകാൻ ദൈവാത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നതാണെന്ന് കൂട്ടണം. ഇനിയും മക്കളുടെ അടുത്തേക്ക് അപ്പൻ നിർബന്ധിച്ചിട്ടും അപ്പൻ പിടിച്ചിരുത്തിയിട്ടും ആരാധനയ്ക്കിരിക്കാൻ മനസ്സ് കാണിക്കാതെ വിരുന്നിന് പോയ മക്കളുടെ അടുത്തേക്ക് ഇയ്യോബിൻ്റെ പോക്ക്. മക്കളെ, അന്ന് നിങ്ങൾ വിരുന്നുമേശയ്ക്ക് ചുറ്റും അധികം ആഘോഷിച്ചപ്പോൾ വിരുന്നു വേണ്ട, യാഗം മതി എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്ന് ഞാൻ നിങ്ങളെ വല്ലാതെ നിർബന്ധിച്ചത് ഇന്നിങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കാനായിരുന്നു. പുറത്തെ ദാസന്മാരെ വെട്ടിയ ശേബയാറിന് അകത്ത് കയറി മക്കളെ വെട്ടുന്നത് പ്രയാസമായിരുന്നോ? അല്ല. എന്തുകൊണ്ട് കതകടച്ചിരുന്ന മക്കളുടെ അടുത്തേക്ക് ശേബയാർ വാളുകൊണ്ട് കയറിയില്ല? ഒറ്റ കാരണം, ഇയ്യോബ് എന്ന അപ്പൻ യാഗപീഠത്തിൻ്റെ ചൂടിൽ നിന്നും മാറാതെ ഏങ്ങലടിക്കാൻ ആ യാഗപീഠത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശേബയാർ മുറിക്കകത്തു കയറാഞ്ഞത്.
തീ യാഗം കഴിച്ച് തീയുടെ ശക്തി കൂടുമ്പോൾ ശേബയാറിനകത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. നീ ദൈവഹിതമല്ലാത്ത വഴിയിൽ പോയിട്ടും നീ നശിക്കാതെ, നീ ന്യായവിധിക്കകപ്പെടാതെ, ആ വാളിൽ നീ വീണുപോകാതിരിക്കുന്നതിൻ്റെ കാരണം ആരോ ഇടിവിൽ നിൽക്കാൻ നീ എഴുന്നേറ്റ് പോയിട്ടും എഴുന്നേറ്റ് പോകാതെ നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആരോ ഉള്ളതുകൊണ്ട്. എൻ്റെ വാക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇനിയും യാഗപീഠത്തിൽ നിലനിൽക്കുന്ന തലമുറയോട് പറയേണ്ടത്, അബ്രഹാം ഇസഹാക്കുമായി മോറിയാമലയിലേക്ക് പോകുകയാണ്. താഴെ താഴ്വരയിൽ വന്ന് നിന്നു. അപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഞാനും മകനും അവിടുത്തോളം ചെന്ന് യാഗം കഴിച്ചിട്ട് തിരിച്ചു വരാം. ഇത് പറയുമ്പം ബാല്യക്കാർക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഇത്ര സന്നാഹമായി ഒരുങ്ങി ഇവിടെ വരെ വന്നത് ഞങ്ങൾ കാരണമാണ്. വിറക് ചുമക്കാനും എല്ലാ സംവിധാനവും ഒരുക്കാൻ ബാല്യക്കാരായ ഞങ്ങളുള്ളത് കൊണ്ടല്ലയോ ഇവിടെ വരെ വന്നത്? ഞങ്ങളും കൂടെ ആരാധനയ്ക്ക് വരുന്നതിന് വിരോധമുണ്ടോ? അപ്പോൾ അതിനർത്ഥം അവിടെ ജോലിക്ക് നിൽക്കുന്നവനും ആരാധിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് അബ്രഹാമിനോട് ചോദിച്ചാലും അബ്രഹാം പറയും, നോ, പാടില്ല, നിങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോകത്തില്ല. അതെന്താ കാരണം? അബ്രഹാമിനറിയാം, ഞാൻ ഇസഹാക്കിനെ ആ യാഗം കഴിക്കാൻ പോകുന്നത് ബാല്യക്കാർക്കും അറിയത്തില്ല. ഞാൻ ഇവനെ പിടിച്ച് കിടത്തുമ്പോൾ ബാല്യക്കാർ ഇവനെ ഇടവേളകളിൽ, ജോലിയുടെ ഇടവേളയിൽ താലോലിച്ച കുഞ്ഞാ ഇസഹാക്ക്. ഞാൻ ഇവനെ യാഗപീഠത്തിൽ പിടിച്ച് കിടത്തുമ്പോൾ, ഈ കയ്യും കാലും പിടിച്ച് കിടത്തുമ്പോൾ ഇവരവനെ അങ്ങോട്ട് പിടിക്കും. ഞാൻ ദൈവത്തോടുള്ള അനുസരണം കൊണ്ട് അവനെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റും. ഇത് പിടിവലിയായി മാറും. അത് വേണ്ട. നിന്റെ യാഗം നന്നായിരിക്കാൻ നീ ഉപേക്ഷിക്കേണ്ടതിനെ എല്ലാം താഴ്വരയിൽ ഉപേക്ഷിക്കണം. നീയാണ് ഞങ്ങളുടെ കൂടെ വന്നത്, നീയാണ് വിറകെടുത്തത്, നിങ്ങളാണ് സന്നാഹമൊരുക്കിയത്, സത്യമാണ്. പക്ഷെ നിങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പ്രമാണമില്ല. നിന്റെ യാഗം നന്നായിരിക്കാൻ നീ താഴ്വരയിൽ ഉപേക്ഷിക്കേണ്ടതിനെ എല്ലാം താഴ്വരയിൽ ഉപേക്ഷിക്കണം. നിനക്ക് വിലപ്പെട്ടതായിരിക്കും, നീ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ടായിരിക്കും, പക്ഷെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പ്രമാണമില്ല. ഇനിയും യാഗത്തെക്കുറിച്ച് കേട്ട പുതിയ നിയമവിശ്വാസികളോട് ഒരു ഉദ്ദേശം, ഒരു ഉപദേശം, ഒരു ഉദ്ബോധനമായി നിങ്ങൾ മനസ്സിൽ കണക്കാക്കുക. നിങ്ങൾ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സഹോദരന് നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, യാഗം കഴിക്കാൻ യാഗപീഠത്തിൻ്റെ മുന്നിൽ വന്നു നിന്നപ്പോഴാണ് അറിഞ്ഞത്, ഇന്നലെ ഞാൻ സംസാരിച്ച വിഷയം കൂടിപ്പോയി, കൈ കൊടുത്തില്ല. അത് വിഴുങ്ങിയിട്ട് യാഗം കഴിക്കാൻ പ്രമാണമില്ല. ഞാൻ വലിയൊരാളാ, സഭയിലെ നേതാവാ, എക്സിക്യൂട്ടീവ് പോസ്റ്റിലുള്ളതാ. ഞാൻ പുറമോട്ട് പോയ ആളുകൾ എന്ത് വിശ്വസിക്കും, എന്ത് ചിന്തിക്കും എന്ന് കരുതി അത് വിഴുങ്ങി യാഗം കഴിക്കാൻ പ്രമാണമില്ല. പ്രമാണമുള്ളത് നീ ആ യാഗവസ്തു അവിടെ വെക്കണം. ഇന്നിനി യാഗം കഴിക്കേണ്ട എന്ന് കണ്ട് വീട്ടിൽ പോവാനും പാടില്ല. നീ ചെയ്യേണ്ടത് യാഗവസ്തു അവിടെ വെച്ചിട്ട് തിരിച്ചു പോകണം. ഞാൻ കാരണം ദൈവാന്തരീക്ഷം കളഞ്ഞെടുത്തേക്ക്, ഞാൻ കാരണം ആരാധന മുടങ്ങിയെടുത്തേക്ക്, ഞാൻ കാരണം കൃപ ശോഷിച്ചു പോയെടുത്തേക്ക്, ഞാൻ കാരണം മന്ദിത ഉണ്ടായെടുത്തേക്ക് ഞാൻ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് അവനോട് പറയണം, സഹോദരാ ക്ഷമിക്കുക, നാം സഹോദരങ്ങളാണ്, നാം അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്, മാംസത്തിൽ നിന്ന് മാംസമാണ്, നാം ഒന്നാണെന്ന് അവനെ ബോധിപ്പിച്ച് സ്നേഹബന്ധത്തിൽ ചുംബനം ചെയ്ത് ഐക്യതയിലെത്തിയിട്ട് നീ തിരിച്ച് യാഗപീഠത്തിൽ വരണം. അങ്ങനെ യാഗപീഠത്തിൽ വരുമ്പോൾ ദൈവം തീ കൊണ്ട് ആ യാഗപീഠത്തെ ദഹിപ്പിക്കും. നിന്റെ യാഗം നന്നായിരിക്കേണ്ടതിന് നീ എവിടെയൊക്കെയാണ് ക്ഷമിക്കേണ്ടത്? എൻ്റെ യാഗം നന്നായിരിക്കാൻ ഞാൻ ആരോടൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം? ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എന്താണ് യാഗാർപ്പണം? എന്ത് യാഗപീഠത്തിൽ പാടില്ല? വീട്ടിൽ യാഗപീഠം വേണോ?
തലമുറയെ യാഗപീഠം എന്തെന്ന് പഠിപ്പിക്കണോ? നാം പുതിയ നിയമവിശ്വാസികൾ എന്തെങ്കിലും ഒന്ന് ഭവിച്ചു എന്ന് കണ്ടാൽ അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചിട്ട് യാഗം കഴിക്കാൻ കഴിയണം. എന്താ അതിനർത്ഥം? ഇത് നിരപ്പൊരുമിച്ചാ പോകുന്നത്. യാഗം കഴിക്കാൻ തീരുമാനിക്കുമ്പോഴേ നിരപ്പ് കൂടെ വേണം. പിറക് കീറി അടുക്കി നീ ചുമക്കാൻ തുടങ്ങുമ്പോഴേ നിരപ്പ് വേണം. യാഗം കഴിക്കാൻ നീ പ്രവേശിക്കുമ്പോൾ നിരപ്പും കൂടെ വേണം. ഇതൊന്നിച്ചാ സഞ്ചരിക്കുന്നേ. ഏത്? നിന്റെ യാഗാർപ്പണവും നിന്റെ നിരപ്പും ഒന്നിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നത്. നിന്റെ നിരപ്പും നിന്റെ കരച്ചിലും നിന്റെ നിരപ്പും നിന്റെ യാഗവും കൂടെ സമമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നത്. ഈ ആരാധനാലയത്തിൽ നാം കത്തിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, റാഞ്ചലല്ല നമ്മുടെ ആരാധനയിൽ, റാഞ്ചലല്ല, തീ തന്നെ ഇറങ്ങാൻ നമ്മുടെ യാഗം മനോഹരമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം വചന ശുശ്രൂഷയ്ക്കായി ഒരുക്കി തന്ന കർത്തൃഭൃത്യനും സഭയ്ക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഓർക്കുമ്പോൾ എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.